സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, റീൽസ്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ NRI അല്ലെങ്കിൽ അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾ, അബ്രോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ ഇടുന്ന സ്റ്റോറീസ് പറഞ്ഞാല് ഐ മിസ് മൈ മോം, ഞാൻ എൻ്റെ ഉമ്മയെ മിസ് ചെയ്യുന്നു. ഈ റീൽസിൽ എപ്പോഴും കാണിക്കാന്ന് വെച്ചാല് ഉമ്മ ഇങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്ത് അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കാണിക്കുക. അവരെപ്പോഴും ഉമ്മയെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ അമ്മയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ അവര് പറയുമ്പോൾ അവര് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ശരിക്കും ആര് പേഴ്സണൽ അല്ല, പക്ഷെ അവര് ചെയ്തിരുന്ന സർവീസസ് ആണ്. എക്സാക്ട്ലി. അവര് മിസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് എന്താണ് ഭക്ഷണം എന്ന് അവർക്ക് വെറി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഉമ്മ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. വീട് വൃത്തിയാക്കി ഇടണ്ട, ഡ്രസ്സ് അലക്കണ്ട, ഡ്രസ്സ് മടക്കി വെക്കണ്ട. ഇവര് ഉമ്മയെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാരും ഈ കാര്യങ്ങളൊക്കെയാണ് പറയാറ്. ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാൽ ദേ ഡോണ്ട് മിസ് ദെയർ മോംസ്. അവര് മിസ് ചെയ്യുന്നതെന്ന് വെച്ചാല് വീട്ടില് ഒരു മെയ്ഡിനെയാണ്. അതെ. Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayalis. ഇന്ന് നമ്മൾ പല ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മലയാളി ബോയ്സിന് ആക്ച്വലി അവരുടെ മദേഴ്സിനോട് സ്നേഹം ഇല്ലാത്ത എന്നുള്ളൊരു കാര്യം നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഒരു വളരെ സ്പെഷ്യൽ ഗിഫ്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലുള്ള പല അന്ധമായിട്ടുള്ള റിച്വൽസോ അല്ലെങ്കിൽ മതത്തെ കലർത്തിയിട്ടുള്ള പല കാര്യങ്ങള്, വെറുതെ ആവശ്യമില്ലാത്ത വിഭജനങ്ങളും കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ തപ്പിയ വാക്കാണ് സമീർ ഇപ്പൊ പറഞ്ഞത്. അതെ, വിഭജനം. അങ്ങനെ പല രീതി പല സംഭവത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. സോ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിൽ സെമീറ. ഞാൻ ഇപ്പൊ അടുത്തല്ല, എനിക്ക് കുറച്ച് കാലമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴടുത്താണ് അത് വോക്കലൈസ് ചെയ്തത്, ഞാൻ ആൾക്കാരോട് പറയാൻ തുടങ്ങിയത്. അതെ, എന്താണത് പറഞ്ഞപ്പോഴാണ് ആൾക്കാരൊക്കെ ശരിയാലേന്ന് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ അത്ര വലിയൊരു ഇന്റലക്ച്വൽ ആയിരുന്നു, അത്ര തത്വജ്ഞാനപരമായ ടോപ്പിക്സ് ഒക്കെ എനിക്ക് കൈകാര്യം ചെയ്യായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കാം. സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, റീൽസ്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ NRI അല്ലെങ്കിൽ അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾ, അബ്രോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ ഇടുന്ന സ്റ്റോറീസ് പറഞ്ഞാല് എന്താന്ന് വെച്ചാല് ഐ മിസ് മൈ മോം, ഞാൻ എൻ്റെ ഉമ്മയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരിടും റീൽസ്. ഈ റീൽസിൽ എപ്പോഴും കാണിക്കാന്ന് വെച്ചാല് ഉമ്മ ഇങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്ത് അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കാണിക്കുക. പക്ഷെ എൻ്റെ ഒബ്സർവേഷൻ എന്താന്ന് പറഞ്ഞാല് അവരെപ്പോഴും ഉമ്മയെ മിസ് ചെയ്യുന്നു. ഇവിടെയുള്ള പൊതുവെ കാനഡയിൽ ഇങ്ങനെ അബ്രോഡ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ, കോളേജിന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉമ്മയെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ അമ്മയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ അവര് പറയുമ്പോൾ അവര് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ശരിക്കും ആര് പേഴ്സണൽ അല്ല, പക്ഷെ അവര് ചെയ്തിരുന്ന സർവീസസ് ആണ്. എക്സാക്ട്ലി. അവര് മിസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, അല്ലെങ്കിൽ എന്താണ് ഭക്ഷണം എന്ന് അവർക്ക് വെറി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഉമ്മ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. വീട് വൃത്തിയാക്കി ഇടണ്ട, ഡ്രസ്സ് അലക്കണ്ട, ഡ്രസ്സ് മടക്കി വെക്കണ്ട. ഇവര് ഉമ്മയെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാരും ഈ കാര്യങ്ങളൊക്കെയാണ് പറയാറ്. ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരും, ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കി തരും, ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കി തരും. അപ്പൊ പിന്നെ ചിലവര് പറയും മറ്റേ ഉമ്മ ഉണ്ടെങ്കിൽ ലോണ്ട്രി പ്രശ്നം. അതേപോലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനമൊക്കെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നമ്മള് ഉമ്മ അത് എവിടെയാണ് വെച്ചത്, ഈ സാധനം എവിടെയാണ്, അങ്ങനെ മൊത്തത്തിൽ ലൈഫ് ഗെറ്റ്സ് ഈസിയർ വെൻ യുവർ മോംസ് അറൗണ്ട്. അവരില്ലെങ്കിൽ അത് ഹാർഡാണ്. അത് പിന്നെ അവര് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഐ എം മിസ്സിംഗ് മൈ മോം എന്ന് പറഞ്ഞിട്ട് അവര്. ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാൽ ദേ ഡോണ്ട് മിസ് ദെയർ മോംസ്. അവര് മിസ് ചെയ്യുന്നതെന്ന് വെച്ചാല് വീട്ടില് ഒരു മെയ്ഡിനെയാണ്. അതായത് അവർക്ക് ഉമ്മന്റെ കൂടെയുള്ള കോൺവെർസേഷൻസ് മിസ് ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ ഉമ്മന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന മിസ് ചെയ്യുന്നു എന്നൊന്നും അല്ല അവര് പറയാറ്. അവരെപ്പോഴും ഉമ്മന്റെ ഭക്ഷണം, ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എന്നാണ് എപ്പോഴും പറയാറ്. വീഡിയോസ് ആണെങ്കിൽ കാണാമല്ലോ, നമ്മള് കിച്ചണിൽ ഇങ്ങനെ ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോ മറ്റേ വീഡിയോ ഫെയിൽ ആയി വരും. ഉമ്മ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ സൈഡിൽ ഇരിക്കുന്നത്. അപ്പൊ ബേസിക്കലി ദേ മിസ് ദെയർ മെയ്ഡ്സ് എന്നുള്ള മാതിരി എനിക്ക് തോന്നാറ്. എനിക്കും എന്റെ ഉമ്മനെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് എന്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മിസ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് എന്റെ ഉമ്മനെ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്റെ ഉമ്മന്റെ ഭക്ഷണം ഉണ്ടാക്കി തരണം എന്റെ ഉമ്മ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്നല്ല ഞാൻ വിചാരിക്കുക. ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എന്റെ ഉമ്മനെ പരിചരിക്കണം,
എൻ്റെ ഉമ്മനെ സെർവ് ചെയ്യണം, എൻ്റെ ഉമ്മ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തണം. എൻ്റെ ഉമ്മ സ്കൂളിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഉമ്മ ഇരിക്കുമ്പോൾ കാലൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്തു കൊടുക്കണം. എനിക്ക് എൻ്റെ ഉമ്മനെ സേവിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഉമ്മനെ മിസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഈ പുറത്ത് ഇതൊക്കെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഉമ്മ നല്ല ഫുഡ് ഉണ്ടാക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോണസ് പോലെ. അതെ, ഞാൻ പൊതുവെ എൻ്റെ ഉമ്മ ടീച്ചറായിരുന്നു. അപ്പൊ ഈ കുട്ടികളൊക്കെ പറയും ഉമ്മാനോട് ഞാൻ അതുണ്ടാക്കാൻ പറയും, ഇതുണ്ടാക്കാൻ പറയും, ഉമ്മ അത് ഉണ്ടാക്കി തരും. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ ഉമ്മ ടീച്ചർ ആയതുകൊണ്ട് എൻ്റെ ഉമ്മ കിച്ചണിൽ കയറുമ്പോൾ ഞാൻ ഉമ്മനോട് എന്തിനാ അമ്മ എത്ര കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കുന്നത്, വേണ്ട നമുക്ക് പുറത്തുനിന്ന് വല്ലതും വാങ്ങിക്കാം, അല്ലെങ്കിൽ ഉള്ള ഭക്ഷണം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങൾ പണിയെടുക്കല്ലേ എന്നായിരുന്നു ഞാൻ വളർന്ന സമയത്ത് എൻ്റെ ഉമ്മനോട് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് അത്. നമ്മളുടെ ഈ മലയാളി ബോയ്സ്, അല്ലെങ്കിൽ മലയാളീസ് അല്ല, നമ്മളുടെ ഈ കോളേജസ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ദൂരെ പോയി പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ കാനഡയിൽ നിൽക്കുന്നവരൊക്കെ ഉമ്മനെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ആ ഒരു സർവീസ് മിസ് ചെയ്യുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ ഒരു വ്യക്തിയെ, അതെ, ആ ഒരു വ്യക്തിയെ അവർ മിസ് ചെയ്യുന്നില്ല, ആ ഒരു കോൺവെർസേഷൻ അവർ മിസ് ചെയ്യുന്നില്ല. ഉമ്മനെ അവർ കാണണം എന്ന് പറയുന്നത് ഉമ്മനെ പരിചരിക്കാനല്ല, അവരെ സേവിക്കാനല്ല, അവർക്ക് സ്നേഹം കൊടുക്കാൻ വേണ്ടിയല്ല, സേവനങ്ങൾ ലഭിക്കാനാണ്. എക്സാക്ട്ലി. നീ കൈ തന്നെ എന്റെ ആ മനസ്സിലെ പോയിന്റ് നീ വാക്കുകളാക്കി. അതെ. സോ നിങ്ങളോട് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതേപോലെ കോളേജസിലോ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ പുറത്ത് അബ്രോഡിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളെ മാതാപിതാക്കളെ മിസ് ചെയ്യുന്നത്? ഉപ്പന്റെ, അതുപോലെ തന്നെ ഇനിയിപ്പം ഫാദറിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് വേണ്ട, ഫാദറിനെ മിസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ATM ആണോ നിങ്ങൾ മിസ് ചെയ്യുന്നത്, അതോ ഫാദർ എന്ന വ്യക്തി, എൻ്റെ ഫാദറിനെ ഇതേപോലെ തന്നെ സേവിക്കാൻ, സ്നേഹിക്കാൻ, പരിചരിക്കാനാണോ നിങ്ങൾ മിസ് ചെയ്യുന്നത്? ഫാദേഴ്സിന്റെ റീൽസ് ഒന്നും കാണാറില്ല. ഒരു അൺസങ് ഹീറോസ് ആണ്, അണ്ടർഡോഗ്സ് ആണ് പാവങ്ങള്. എപ്പോഴും എവിടെയും മദേഴ്സിന്റെ റീൽസും മദേഴ്സിന്റെ കാര്യങ്ങളൊക്കെയാണ്, പാവങ്ങള്. സോ സയാനെ, നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഓഡിയോ ലിസണേഴ്സിന് വേണ്ടി ഞാൻ പറയാണ്, ഞാനിവിടെ ഒരു ബ്ലൂ ഹൂഡിയും ഒരു കറുത്ത തുണിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത്. അതെ, ഡാബ്സി സ്റ്റൈൽ. ഈ മണവാളൻ തക്കിന്റെ മ്യൂസിക് വീഡിയോയില് ഡാബ്സി ഒരു മഞ്ഞ ഡ്രൂ ഹൗസ്, ജസ്റ്റിൻ ബീബറിന്റെ ബ്രാൻഡായ ഡ്രൂ ഹൗസിന്റെ ഒരു ഹുഡിയും അതുപോലെ തുണിയൊക്കെ എടുത്തിട്ടാണ് മുണ്ട്. അതെ, ഞാന് തുണി ഒരു വളരെ കംഫർട്ടബിൾ ആൻഡ് മോസ്റ്റ് വെർസറ്റൈൽ ക്ലോത്തിങ് മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്. അതായത് എന്താന്ന് വെച്ചാൽ, ഞാൻ എപ്പോ നാട്ടിലൊക്കെ ഒരു ട്രിപ്പിന് പോവാണെങ്കിൽ ഒരു തുണി ഞാൻ മടക്കി അതിൽ വെക്കും. വൈ എന്ന് വെച്ചാൽ, ഒന്ന് നമ്മളിപ്പോ കാറിൽ വളരെ ലോങ് യാത്ര ഒക്കെ ആണെങ്കിൽ ഷോർട്സ് ഇടാണെങ്കിൽ ഓക്കെ നൈസാ. അതേപോലെ പാന്റ് ആണെങ്കിലും ജീനൊക്കെ കുറച്ച് നമുക്ക് അൺകംഫർട്ടബിൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു സ്റ്റോപ്പ് ബോയ് ഒക്കെ കിട്ടുമ്പോ ട്രങ്കിന്ന് സാധനം അങ്ങോട്ട് ഇറക്കും, എന്നിട്ട് തുണി അങ്ങ് ഉടുത്തിട്ട് ഞാൻ പിന്നെ ബാക്കി ട്രാവലിംഗ് ഒക്കെ തുണിയിലാ ചെയ്യാ. അതൊന്ന്. രണ്ടാമത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടാണ് പോകുന്നത്, അല്ല നമ്മൾ ട്രാവൽ ചെയ്യാണ്, പല രീതിയിൽ നമ്മുടെ ഡ്രസ്സിൽ അല്പം ഇങ്ങനെ അശുദ്ധമായ പലതും നമ്മുടെ ഡ്രസ്സിൽ വന്ന് ചേർന്നേക്കാം. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോകുന്നു, പല സ്ഥലത്ത് ഇരിക്കുന്നു, ചളിയാവുന്നു. അശുദ്ധമായ പല സാധനങ്ങളും ഞാൻ ലൈല മാമിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു പോഡ്കാസ്റ്റ് കേൾക്കാറില്ല ഇപ്പൊ. അപ്പൊ അതൊന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോണ ടൈമിൽ പെട്ടെന്ന് നിസ്കരിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തുണി എടുക്കുക. അത് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താന്ന് വെച്ചാല്, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാണ്. ട്രാവൽ ചെയ്യുമ്പോ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ തുണി എടുക്കുക. ഭയങ്കര വ്യത്യാസം. നാലാമത്തത്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ പല രീതിയിലുള്ള സർക്കംസ്റ്റൻസും ഇതൊക്കെ ആയിരിക്കും. ചിലപ്പോ ഉറങ്ങണമെന്ന് എവിടെ എന്താ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വിരിക്കുക. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് യാത്രയിൽ. എന്റെ തുണി കൊണ്ട് വന്ന ഉപകാരങ്ങളാണ്. അപ്പൊ തുണി എനിക്ക് വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു സംഭവം തോന്നുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് തുണിയാണ് എടുത്തത്. അപ്പൊ പലപ്പോഴും പ്രത്യേകിച്ച് നാട്ടിൽ മലബാർ സൈഡ് ഒരു മുസ്ലിം ഡോമിനേറ്റഡ് പ്ലേസ് ആയതുകൊണ്ട് ബ്ലാക്ക് തുണി എടുത്താല് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു റേഷ്യൽ കമന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട്, റേഷ്യൽ എന്നല്ല അതിന് പറയാ,
എന്താണ് റിലീജിയസ് റിലേറ്റഡ് കമന്റ്സ് വളരെയധികം വരും. അതായത് ഞാൻ ചിലപ്പം ബ്ലാക്ക് തുണിയൊക്കെ എടുത്തു പോകുമ്പോ എന്റെ വകയിലുള്ള ഏതെങ്കിലും ഫാമിലി ഒക്കെ വീട്ടിലേക്കൊക്കെ വരുമ്പോ ഈ എന്താ മലക്ക് പോവാണ്, അതായത് ശബരിമല എന്നാണ് ഉദ്ദേശിച്ചത്. അതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പൊതുവെ ഞങ്ങളെ ഫാമിലിയിലാണെങ്കിലും എന്നോട് ഗ്രാൻഡ് മദർ ഒക്കെ പറയും, എന്തിനാ ഈ ബ്ലാക്ക് തുണി ഉടുക്കണേ, ബ്ലാക്ക് എന്തിനാ ഇതാക്കണം, അങ്ങനെ അങ്ങനെ പറയുമ്പോ ബ്ലാക്ക് നല്ലൊരു കളറാ, എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. അതെ, ബ്ലാക്ക് തുണി എന്ന് പറയുമ്പോ അതിന് ഭയങ്കര ഇതാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വീട്ടിൽ എങ്ങനെ മാറിയത് എന്ന് വെച്ചാല്, എന്റെ കാക്ക മദീന യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണത്. ഖുർആൻ ആൻഡ് ഇസ്ലാമിക് ലിറ്ററേച്ചർ, വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ കാക്ക വീട്ടില് ഇതേപോലെ ബ്ലാക്കും ക്യാമറ ഓഫ് ആയാലും ഇക്കാക്ക് അതേപോലെ വീട്ടില് ബ്ലാക്ക് തുണി, അതേപോലെ നീല തുണി ഒക്കെ എടുക്കാറുണ്ട്. ഇതൊക്കെ കാക്കണ്ട. ഞാൻ ഇന്നേവരെ അടിച്ചു മാറ്റിയതാ. അതെ, ഞാൻ ഇതുവരെ തുണി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. എന്റെ സോക്സ് എന്ന് തിരിച്ചു കിട്ടും? സോക്സ് ഒക്കെ അവിടെ ഉണ്ടോ? ഞാൻ നിന്നോട് സ്ഥിരമായിട്ട് ചോദിക്കാം, ഈ പോഡ്കാസ്റ്റിന് മുന്നിൽ നമുക്ക് കുറച്ച് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. സോക്സ് അതേപോലെ ഈ ഞാൻ ഇന്നേവരെ തുണി പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും തുണി, വെള്ള തുണിയാണെങ്കിൽ ഞാൻ ഉപ്പന്റെ എടുക്കും, അല്ലെ ഇക്കാക്കന്റെ എടുക്കും, അല്ലെ ഇതേപോലത്തെ ഹോംലി തുണീസ് ആണെങ്കിലും. തുണിന്റെ വെർസിറ്റിലിറ്റിയില് ഒരു വേറൊരു സംഭവമാണ്, ആരെടുത്തൊന്നും പൊക്കാടും. അതെ, തുണി അങ്ങനെ ആരും നിഗ്ലജിബിൾ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് ഈ തുണിന്റെ ഒരു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇക്കാക്ക ഇതേപോലെ ഒരു ദിവസം ബ്ലാക്ക് തുണി ഇങ്ങനെ എടുക്കുമ്പോ വീട്ടിലെ ഗ്രാൻഡ് മദർ ആരോ വന്നിട്ട് ചോദിച്ചു, എന്തിനാ ഈ ബ്ലാക്ക് തുണി എടുക്കണേ? പറയുമ്പോ ഇക്കാക്ക എന്താ ഇസ്ലാമികപരമായിട്ടൊക്കെ പഠിക്കുന്ന ആളാണ്. അതിൽ ഇക്കാക്ക പറഞ്ഞ്, ബ്ലാക്ക് തുണിയില് അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണണ്ട, ഇത് വെറും ഒരു കളറാണ് ഫാബ്രിക്കിന്റെ, അതിൽ അങ്ങനെ ഒരു തെറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തുണിനെ കുറിച്ച് പറയാം. അതായത് ബ്ലാക്ക് മുണ്ട് വളരെ ആൾക്കാര് ജസ്റ്റ് അതിനായിട്ട് അങ്ങ് മുദ്ര കുത്തിയ പോലെയാണ് ഞാൻ കാണുന്നത്. ഞാന് തുണി എടുക്കാറില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. ഇനിയിപ്പോ ആ ശീലം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് വീട്ടിൽ ഉപ്പൊക്കെ ഇങ്ങനെ ലുങ്കി തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ മരക്കത്തൊക്കെ കുത്തി ഇങ്ങനെ പോണ കാണുമ്പോ, അല്ലെങ്കിൽ മറ്റേ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷാദിന്റെ വീട്ടിൽ പോകുമ്പോ ഷാബിന് തുണി എടുക്കുന്ന ശീലണ്ടായിരുന്നു, ഷാദിന്റെ ഏട്ടൻ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും, ഇവരൊക്കെ എന്താ അൺകൂളാ, ഞാനൊന്നും ഒരിക്കലും വലുതായാലും ഞാൻ തുണി എടുക്കൂല, ഞാനൊക്കെ ഫുള്ള് ഷോർട്സ് ഒക്കെ ബെർമുഡ 3/4 ഞാൻ അതായിരിക്കും. ഞാനിപ്പോ വലുതാവാൻ ഒരു കൂൾ ഡാഡ് ആയിരിക്കും, ഒരിക്കലും ഇതൊന്നും ആവില്ലാന്ന്. പക്ഷെ അഡൾട്ടിങ് ഒക്കെ ആയി വന്നപ്പോ ഞാനും തുണിയിൽ അതെ കൊള്ളാം. ഞാൻ തുണി എടുക്കാറില്ല, എനിക്കകത്ത് ശീലമല്ല. പിന്നിപ്പോ എനിക്ക് അതിന്റെ ഒരു ആവശ്യം തോന്നിയിട്ടുമില്ല. പക്ഷെ ഈ തുണിയിൽ തന്നെ വേറൊരു സംഭവം ഉണ്ട്. നമ്മളെ നാട്ടിലെന്തോ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ മുസ്ലിംസും, റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അല്ല, നേരെ തിരിച്ചാണോ? ലെഫ്റ്റിക്ക് കാഫിറും റൈറ്റിക്ക് മുസൽമാനും. റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ മുസ്ലിംസും, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നോൺ മുസ്ലിംസും എന്നുള്ള ആ ഒരു സംഭവം. അതായത് നമ്മൾ തുണി എടുക്കുമ്പോ തുണിന്റെ കര വരൂലേ, ഇപ്പം ഓഡിയോ ലിസണേഴ്സിനും വീഡിയോ ലിസണേഴ്സിനും കാണൂല, പക്ഷെ ഞാനിപ്പോ എടുക്കുമ്പോ എന്റെ കര വരുന്നത് റൈറ്റ് സൈഡിലേക്ക്, അതേപോലെ ലെഫ്റ്റ് സൈഡിക്ക് കരാക്കി എടുക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളെ നാട്ടില് പൊതുവേ ഈ വെല്ലിപ്പാരൊക്കെ പറഞ്ഞു വരുന്ന ഒരു സംഭവമാണ്, നമ്മള് ലെഫ്റ്റ് സൈഡിക്കാണ് മുസ്ലിംസ് കര വെക്കുക, റൈറ്റ് സൈഡിക്ക് നോൺ മുസ്ലിംസ് ആണ് വെക്കുക. റൈറ്റ് സൈഡിലേക്ക് നോൺ മുസ്ലിംസ്. കാരണം ഇപ്പൊ ഞാൻ കണ്ടില്ല, ഞാൻ എന്റെ റൈറ്റിക്കല്ലേ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ റൈറ്റ് സൈഡിക്ക് നോൺ മുസ്ലിംസും എടുക്കുകയാണ്. ഇത് പറയാൻ കാരണം, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ഒരു ഫണ്ണി സ്റ്റോറി ഓർമ്മ വന്നത്. അതായത് ഞാന് പണ്ട് എനിക്കെന്തോ 5-6 വയസ്സുള്ളൂ. അപ്പം ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഈ വെല്ലിപ്പാരൊക്കെ ഇംപ്രസ് ചെയ്യാൻ ഭയങ്കര ഒരു താല്പര്യം. അപ്പൊ ഞാന് എന്റെ ഉപ്പന്റെ വീട്ടിലാണ്. അന്ന് ഞങ്ങക്ക് വീടില്ല, ഞങ്ങള് ഉപ്പന്റെ തറവാട്ടിലേന് നിന്നീനെ. അപ്പൊ ഉപ്പന്റെ തറവാട് ഞാൻ ഒരു പെർസോണയാ. ഒന്ന് ഒരു പഴയ വീടാണ്, അതായത് ഓടൊക്കെ ഉള്ള ഒരു പഴയ വീടാണ്. വെല്ലിപ്പ അറിയണ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് മെയിൽ സിഗ്മ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മൂപ്പര്. വെല്ലിമ്മ അറിയണത് വളരെ പാവായിട്ട് വെറും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ഞങ്ങളൊക്കെ വരുമ്പോ ഫുഡ് ഉണ്ടാക്കി തരാ, അല്ലെങ്കിൽ ഞങ്ങളെ തറവാട്ടില് വെല്ലിമാന്റെ സർവീസ് ആണോ മിസ് ചെയ്യുന്നത് അതോ ആ പേഴ്സൺ ആണോ മിസ് ചെയ്യുന്നത്? ഞാൻ മൊത്തത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. കാരണം വെല്ലിമ്മ അറിയുമ്പോ സംസാരിക്കല് വളരെ കുറവാണ് വെല്ലിമ്മ.
ഭയങ്കര ഇൻട്രോവേർട്ടാ. അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ വല്യമ്മ ഇങ്ങനെ സംസാരിച്ചിട്ട് ചിലപ്പോ വല്യമ്മ ചിരിക്കും. വല്യമ്മ ചിരിക്കണൊക്കെ കാണുന്നത് വളരെ അപൂർവമായിട്ടുള്ള സൈറ്റാണ്. അപ്പൊ അതൊക്കെ എനിക്ക് അതെ, ഞാൻ വല്യമ്മാന്റെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം വല്യമ്മാനൊക്കെ അന്നത്തെ ഒരു റിച്വൽസ് വെച്ച് 12ാം വയസ്സിലോ അങ്ങനെ എന്തോ കല്യാണം കഴിപ്പിച്ചോണ്ടാ ചെറുപ്പത്തില്. പിന്നെ വല്യമ്മ സ്കൂളിൽ പോയിട്ടില്ല, മദ്രസിൽ മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനൊക്കെ ആയിട്ട് അവരായിട്ടൊക്കെ സംസാരിക്കാൻ രസമാണ്. അപ്പൊ ഇവര് ഈ സമ്മറൊക്കെ ആവുമ്പോ പൊതുവെ ഈ പണ്ടത്തെ വീടുകളിലൊക്കെ കാണും വലിയ ഭരണി ഉണ്ടാവും. ഇവര് ഈ ഭരണിയിൽ ഫുള്ള് മാങ്ങ ഇതാക്കിയിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് ഉപ്പിലൊക്കെ ഇട്ട് വെക്കും. ഇപ്പൊ പൊതുവെ ഞങ്ങൾ ഈ തറവാട്ടിക്ക് പോകുമ്പോ തന്നെ ഈ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ ഉള്ളതാ. അപ്പൊ വല്യപ്പ എങ്ങനെയാ വെച്ചാല്, ഒന്ന് വല്യപ്പ ഭയങ്കര വൃത്തിക്കാരനായിരുന്നു, പിന്നെ ഭയങ്കര കർക്കശക്കാരനായിരുന്നു. അതെ. പിന്നെ പറഞ്ഞാല് വല്യപ്പാക്ക് ഓരോരോ റൈറ്റ്സ് ആൻഡ് റോങ്സ് ഉണ്ടായിരുന്നു. അതായത് സൊസൈറ്റിയില്, അതായത് നാട്ടിലും ഇതിലൊക്കെ വല്യപ്പാക്ക് ഭയങ്കര പേരായിരുന്നു. വല്യപ്പാന്റെ വാക്കിന് എല്ലാവർക്കും ഒരു വില ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊരു ഇതാണ്, അവർക്കൊരു ശരിയും തെറ്റും ഉണ്ടാവും. കഴിഞ്ഞപ്പോ എന്തൊക്കെ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഓരയിന്നു മാറില്ല. കഴിഞ്ഞപ്പോ ദീനുൽ ഇസ്ലാമിന്റെ പുറത്തുണ്ടായി എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് വല്യപ്പ ഉണ്ടായിരുന്നത്. ഭയങ്കര സ്റ്റബേർഡ് അല്ല, ഇൻഡിവിജ്വലിസ്റ്റിക്, ഒപ്പീനിയനേറ്റഡ് അങ്ങനെയൊക്കെ ആയിരുന്നു വല്യപ്പാന്റെ ഒരു ഇത്. വല്യപ്പാന്റെ എനിക്ക് ഓർമ്മയുണ്ട്, വല്യപ്പാന്റെ ഡ്രസ്സ് ഒറ്റയ്ക്കായിരുന്നു തിരുമ്പിയിരുന്നത്. ഞാൻ ഇതൊക്കെ നീ പറഞ്ഞിട്ട് എന്റെ വല്യപ്പ എങ്ങനെയായിരുന്നു പറയാൻ നിൽക്കുകയാണോ? എന്റെ വല്യപ്പൊക്കെ എങ്ങനെയാ? അതെ, വല്യപ്പാന്റെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഭാര്യനെ ബുദ്ധിമുട്ടിക്കരുത്, അതല്ലായിരുന്നു വല്യപ്പാന്റെ. എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര വൃത്തിക്കാരനായോണ്ട് മൂപ്പരങ്ങ് ശരിയാവുള്ളൂ എന്നുള്ള രീതിയിലാണ് മൂപ്പര. അപ്പൊ വല്യപ്പാക്ക് എങ്ങനെയാ വെച്ചാല് ഒരു 3 വെള്ള ചെയറും 2 നോർമൽ ചെയേഴ്സും ഉണ്ട്. വീട്ടിലുള്ളവരും ബാക്കിയുള്ളവരൊക്കെ ഈ നോർമൽ ചെയേഴ്സിലായിരിക്കുക. ഈ 3 വെള്ള ചെയർ അറേഞ്ച് ചെയ്ത് തന്നെ ഒരു രീതി ഉണ്ട്. ആ രീതിയിൽ നന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ തന്നെ വല്യപ്പ ദേഷ്യപ്പെടും. ആ ചെയർ എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് ആ ചെയർ ഭയങ്കര വൃത്തിയാ, എപ്പോഴും വല്യപ്പ അങ്ങനെ തുടച്ചതാക്കിയിട്ടൊക്കെ കൊണ്ടുവരാം. പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോള് ഗസ്റ്റിനൊക്കെ ആ ചെയറിലായിരിക്കുക. ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ വല്യപ്പ തന്നെ ഈ ചെയറൊക്കെ പുറത്തേക്ക് എടുത്തോണ്ടേ അതൊക്കെ കഴുകി വീണ്ടും തുടച്ചിട്ട് വീണ്ടും ഇടും. ഇങ്ങനെയൊക്കെ ആയിരുന്നു വല്യപ്പാന്റെ ഒരു വൃത്തിന്റെ ലീലാവിലാസങ്ങള്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വല്യപ്പാനെ നമുക്ക് ഇംപ്രസ് ചെയ്യാറുണ്ട്. കാരണം അങ്ങനെയാണല്ലോ ഈ ടോപ്പിക്കിലേക്ക് എത്തിയത്. ഇവരുടെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഒരു അഫർമേഷൻസ് കിട്ടുക കുറച്ച് ഡിഫിക്കൽട്ടാ. അപ്പൊ ഞാനന്ന് 5-6 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വല്യപ്പാനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ തുണിയൊക്കെ എടുത്തിട്ട് വല്യപ്പാന് മുന്നിൽ പോവാന്നുള്ള രീതിയില് സെറ്റാക്കി. ഞാൻ അമ്മനോട് പറഞ്ഞു, ഗൾഫിലെ കുട്ടിയല്ല. ഞാൻ അമ്മനോട് പറഞ്ഞിട്ട് തുണിയൊക്കെ ഉടുപ്പിച്ച് ഞാൻ വല്യപ്പാനെ മുന്നിൽ പോയി. വല്യപ്പാനെ മുന്നിൽ പോയപ്പോ ഇംപ്രസ് ആവേണ്ടടുത്തും ദിലീപ് പറഞ്ഞ പോലെ പോയി. വല്യപ്പ ആദ്യം ഇത് കണ്ടാൽ തന്നെ ആരാക്ക് ഈ കാഫറങ്ങളോ അതിന് തുണി ഉടുപ്പിക്കാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാണ്ട് വല്യപ്പ അങ്ങോട്ട് ചൂടായി. സംഭവം എന്താന്ന് വെച്ചാൽ, എന്റെ ഒരു ആക്ഷൻ അനുസരിച്ച് ഞാനന്ന് തുണി ഇതേപോലെ ഇതിന്റെ റൈറ്റ് സൈഡൊക്കെയാണ് ലെഫ്റ്റ് സൈഡൊക്കെ ഇടുന്നതിന്റെ പകരാൻ വെച്ചിനെ. അപ്പൊ വല്യപ്പ ഇംപ്രസ് ആവേണ്ടടുത്ത് ആദ്യം തന്നെ ഇതാണ് നോട്ടീസ് ചെയ്ത്, ഇങ്ങോട്ടേക്കല്ല തുണി എടുക്കേണ്ട, ഈ ഭാഗത്തേക്കാണ്. ഇങ്ങോട്ട് വല്യപ്പതും പറഞ്ഞേ, എന്റെ വാപ്പി ഇതേമാതിരി തന്നെയായിരുന്നു, ഞാൻ ചെറുപ്പം മുതൽ അവനോട് പറയുന്നത്. അപ്പോഴാണ് ഈ ഉമ്മനോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായ വാപ്പിയും ഇന്റെ മാതിരി റൈറ്റ് സൈഡൊക്കെയാണ്. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു ഇസ്ലാമിക് രീതിയിലാണല്ലോ നമ്മൾ പറയുന്നത്. ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഒന്നാമത് ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിൽ എല്ലാത്തിനും റൈറ്റ് സൈഡിനാണല്ലോ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ റൈറ്റ് കാല് വെച്ച് കയറണം, പള്ളിയിൽ കയറുമ്പോൾ റൈറ്റ് കാല് വെച്ച് കയറണം, എല്ലാത്തിനും വസ്ത്രം ധരിക്കണം, വലത്തെ കാല് പാന്റിന്റെ ഉള്ളിൽ ഇട്ടിട്ട് വേണം ഇടത്തേതാക്കാൻ. അതെ, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ റൈറ്റ് സൈഡിലേക്കല്ലേ കാരണം നാച്ചുറലി വരെ. ഇനിയിപ്പോ അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ തന്നെ വരിക. പിന്നെന്താ ലെഫ്റ്റ് ആയത് അറിയില്ല. ഒന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. എനിക്ക് തോന്നുന്ന ആൾക്കാരൊരു നിർമ്മിതം അതല്ല. പണ്ട് ചിലപ്പോ ഒരു പക്ഷെ കേരളത്ത് ആൾക്കാരെ വേഗം പണ്ട് പറഞ്ഞാല് കേരളത്ത് ഈ മതങ്ങളും ജാതി മത പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലായിരുന്നല്ലോ. അപ്പം ചിലപ്പം
ഹിന്ദുയിസത്തിൽ തന്നെ ഇവര് കൊറേ ജാതികളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മാറി ഇരുന്ന് മുസ്ലിങ്ങളെ വേഗം മനസ്സിലാക്കാനും ഐഡന്റിറ്റി ഉള്ള രീതിയിൽ ചിലപ്പോ അന്ന് അങ്ങനെ തുടങ്ങിയതാവും. എന്റെ വല്യപ്പ ഇതേപോലെ തന്നെ ആയിരുന്നു. ഇപ്പൊ സമീർ പറഞ്ഞ പോലെ തന്നെ മൂപ്പര് മുടി വെട്ടാൻ മലപ്പുറത്തുനിന്ന് മൂപ്പര് കോഴിക്കോട് പോയിട്ട് മുടി വെട്ടുള്ളായിരുന്നു. കാരണം മൂപ്പരുടെ പെർട്ടിക്കുലർ ഹെയർ കട്ട് പണ്ട് മുതൽ ആണുങ്ങൾക്ക് ഈ ബാർബേഴ്സ് ഞാനൊക്കെ നേരെ തിരിച്ച. എനിക്ക് എന്റെ ഹെയർ കട്ട് എന്ന് പറഞ്ഞ ഒരു ബേസിക് ഹെയർ കട്ടാണ്. ഞാൻ അങ്ങനെ അധികം അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊന്നും പറയാറില്ല. ജയാൻ എങ്ങനെയാ വെച്ചാൽ ഹെയർ കട്ട് ചെയ്യുമ്പോൾ വിചാരിച്ച ഒരു ഇതിലൂടെ ഒരു 80% ഞാന് കുറെ ആൾക്കാരുണ്ട് അവരുടെ മുടിയിൽ ഭയങ്കര ഫോക്കസ്. ഒരു ഇഞ്ച് അങ്ങോട്ട്, ഒരു ഇഞ്ച് ഇങ്ങോട്ട്, ഒരു സെന്റിമീറ്റർ അങ്ങോട്ട്, ഫെയ്ഡിന്റെ അത് ഇത്ര കയറി അത്ര കയറി. ഞാൻ മനസ്സിലാവുന്ന ഒരു സംഭവത്തിൽ നമ്മൾ അത്രക്ക് അങ്ങ് ഫോക്കസ്ഡ് ആവരുത്. മുടി എന്ന് പറഞ്ഞാൽ നല്ലൊരു വൃത്തി ഉണ്ടായാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ ഏത് ബാർബറിന്റെ അടുത്തും പോകും. കാരണം എന്റെ ബേസിക് ഹെയർ കട്ടാ. എന്റെ മുടി തെറ്റായി വെട്ടിയാൽ അതിന്റെ അർത്ഥം ആ ബാർബറിന് ഒരു കഴിവില്ല എന്നുള്ള അർത്ഥം. അത്രയും ബേസിക് ഹെയർ കട്ടാ ഞാൻ പറയാറ്. പിന്നെ എന്റെ മുടി വെട്ടുന്നതിന്റെ ഒരു 8, അത് ഞാൻ പറഞ്ഞതിന്റെ ഒരു അടുത്തൂടെ പോയാൽ തന്നെ ഞാൻ ഹാപ്പി. എനിക്ക് അത്രയൊക്കെ മതി. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഇനി മുടി കൊളായി വിചാരിച്ചോ, പക്ഷെ എന്റെ ഒരു സ്റ്റൈൽ വെച്ച് മുടി കൊളായാൽ തന്നെ ഒരാഴ്ചനുള്ള റെഡിയാകും മുടി വളർന്നിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. പക്ഷെ എന്റെ വല്യപ്പ എന്ന് പറയുന്നത് കോഴിക്കോട് വരെ യാത്ര ചെയ്തിട്ടാണ് മുടി വെട്ട. അവിടെ ഏതൊരു എന്റെ വല്യമ്മ എപ്പോഴും പറയായിരുന്നു, ഓരോ നാട്ടിലൊരാളുണ്ടായിരുന്നു പോലും, അതായത് കൊണ്ടോട്ടിയില് തക്കാളിക്ക് ചിലപ്പം 10 കിലോനായിരിക്കും, 10 രൂപയായിരിക്കും 1 കിലോന്. പക്ഷെ കോഴിക്കോട് ചിലപ്പോ 5 രൂപയായിരിക്കും. ഇങ്ങനെ കേട്ടി 2 കിലോ 3 കിലോ തക്കാളി മേടിക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് വരെ യാത്ര ചെയ്ത് പോയി ഇതാക്കി വരും എന്നൊക്കെ ഉള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ആ ആളൊക്കെ ഇപ്പൊ ഏതോ ഒരാളെ വെല്ലിപ്പാണല്ലോ. അല്ലേ? അതേപോലെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ മൂപ്പര് കോഴിക്കോട് നിന്ന് എടുക്കും. കുട്ടികൾക്കുള്ള ഡ്രസ്സ് മൂപ്പര് കോഴിക്കോട് നിന്ന് എടുക്കും. കോഴിക്കോടാണ് ഏറ്റവും നല്ല ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതേപോലെ തന്നെ ഡ്രസ്സ് അലക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മൂപ്പര് ഒറ്റക്ക് അലക്കും, അല്ലെങ്കിൽ ഡ്രസ്സ് തേക്കാണെങ്കിൽ മൂപ്പര് ഒറ്റക്ക് ചെയ്യും, അല്ലെങ്കിൽ മൂപ്പര് ട്രസ്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട്. അവര് ചെയ്താൽ അത് നന്നാവും എന്നിട്ട് അവരെ കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പൊ എന്റെ വല്യപ്പാനെ ഇംപ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്റെ വല്യപ്പ എന്ന് പറഞ്ഞാല് ആ ഒരു ടൈമിൽ, അതായത് എന്റെ ഉമ്മ ഒക്കെ കുട്ടിയായിരുന്ന ടൈമില് മൂപ്പര് നമ്മളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ധനികനായിരുന്നു. ഒരു വലിയ പണക്കാരനായിരുന്നു മൂപ്പര്. അപ്പം മൂപ്പർക്ക് 3 ആൺമക്കളുണ്ട്. പക്ഷെ ഈ 3 ആൺമക്കളും മൂപ്പരുടെ ഒരു അടുത്തുകൂടെ പോലും പോയില്ല. ഇൻ ടേംസ് ഓഫ് വെൽത്ത്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് സ്കില്ല്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ക്യാരക്ടർ, വിസ്ഡം, നോളജ്, അറിവ്, എക്സ്പീരിയൻസ്, ഒരു കാര്യത്തിലും മൂപ്പരുടെ അടുത്തുകൂടെ പോലും പോയില്ല. അത് മറ്റൊരു ഫേമസ് കോട്ടില്ലേ, ഹാർഡ് ടൈംസ് ക്രിയേറ്റ് സ്ട്രോങ് മെൻ, സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഈസി ടൈം ക്രിയേറ്റ് സോഫ്റ്റ് മെൻ ക്രിയേറ്റ് ഹാർഡ് ടൈം. അതിന്റെ ഒരു എന്നിട്ട് ആ സൈക്കിൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അതിന്റെ ഒരു ഉത്തമോദാഹരണമായിരുന്നു എന്റെ ഉമ്മന്റെ ഫാമിലി. അപ്പൊ മൂപ്പര് ആരിലും ഇംപ്രസ്ഡ് അല്ലായിരുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഈ പേരമക്കളിലും മൂപ്പര് അങ്ങനെ എല്ലാവരും കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഞാൻ സൗദിയിലായതുകൊണ്ട് എൻ്റെ വല്യപ്പാൻ്റെ കൂടെ എനിക്ക് വളരെ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വളരെ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എൻ്റെ ലൈഫിൽ. അപ്പൊ ഞാൻ കാനഡയ്ക്ക് വരാൻ തൊട്ട് മുന്നാണ് ഞാൻ 2.5 മാസം നാട്ടിൽ നിന്നു. അതാണ് ഞാൻ നാട്ടിൽ നിന്ന ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ടൈം, 2.5 മാസം. ഈ 2.5 മാസത്തിൽ ഞാൻ വല്യപ്പൻ്റെ കൂടെ കുറെ സംഭവം എന്നൊക്കെ കണ്ടിരുന്നു. അപ്പൊ മൂപ്പര് കണ്ടു ഞാൻ കാനഡയ്ക്ക് വരാൻ വേണ്ടിയിട്ട് അതിന്റെ ഓരോ ആവശ്യത്തിന് പെരിന്തൽമണ്ണ പോകുന്നു, ഈ ലോയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ, അസെറ്റ്സ് ഒക്കെ കാണിക്കാൻ. അതുപോലെ ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു ഓറിയന്റേഷന് വേണ്ടിയിട്ട്, ബാംഗ്ലൂരിലേക്ക് പോകുന്നു മെഡിക്കലിന് വേണ്ടിയിട്ട്, ബയോമെട്രിക്സിന് വേണ്ടിയിട്ട്. അപ്പൊ മൂപ്പര് പിന്നെ എന്റെ സംസാരം കേട്ടിട്ട് വല്യപ്പാക്ക് തോന്നി കൊള്ളാം. അങ്ങനെ എനിക്ക് വല്യപ്പാന്റെ സീൽ ഓഫ് അപ്രൂവൽ കിട്ടി. അത് ഭയങ്കര ഒരു ബിഗ് ഡീലായിരുന്നു. എന്റെ ഫാമിലിയിലെ ഒരു ബിഗ് ഡീലായിരുന്നു. അതായത് വല്യപ്പാക്ക് സയാനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. പിന്നെ വല്യപ്പാക്ക് ചികിത്സക്ക് വേണ്ടി കോയമ്പത്തൂർ പോകണമെന്നുണ്ടായിരുന്നു. ഈ വല്യപ്പ അതേപോലെ തന്നെ എന്താവശ്യത്തിന് പോവാണെങ്കിലും ആരെങ്കിലും ഒക്കെ കൂടെ ഒന്നും പോവില്ല. ഭയങ്കര പെർട്ടിക്കുലർ മനുഷ്യനാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞിരുന്നു ഞാൻ സയാന്റെ കൂടെ പോവാൻ റെഡിയാണ്. അപ്പൊ ആൾക്കാർ അപ്പോഴും പറഞ്ഞിരുന്നു സയാന് വല്യപ്പാന്റെ ഒരു വിശ്വസ്തൻ പോലെ, ട്രസ്റ്റഡ് പേഴ്സൺ എന്നുള്ള പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 18 വയസ്സുള്ള അന്ന് എനിക്ക്. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, വല്യപ്പന്റെ ഒരു സീൽ ഓഫ് അപ്രൂവൽ കിട്ടിയത്. അങ്ങനെ ഞാൻ കാനഡയ്ക്ക് വന്നപ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു,
ഞാൻ ഇനി കാനഡയിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ വെല്ലിപ്പാക്ക് തോന്നും ഇവനാണ് എൻ്റെ പിൻഗാമി. എൻ്റെ തലമുറകളിൽ പോയ ആ ജീൻസ്, ആ DNA പാസ് ഓൺ ആയത് സയാൻക്കാണ് എന്നൊക്കെയുള്ള എനിക്ക് അങ്ങനെ പറയിപ്പിക്കണം. അതിന് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് ടൈമിൽ എൻ്റെ വല്യപ്പ നിർഭാഗ്യവശാൽ മരിച്ചുപോയി. കോവിഡ് വന്നിട്ടല്ല, വേറൊരു അസുഖം കാരണമാണ് മൂപ്പര് മരിച്ചുപോയത്. അപ്പോൾ എന്നിട്ട് പിന്നെ മൂപ്പരുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. മരുമക്കളും മക്കളും, എൻ്റെ സഹീനും എൻ്റെ ബ്രദറും നാട്ടിലുണ്ടായിരുന്നു, പേരമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം വരാൻ പറ്റിയില്ല. കാരണം കോവിഡ് ടൈം ആയതുകൊണ്ട് എല്ലാ ഫ്ലൈറ്റ്സും കാനഡയിൽ നിന്ന് ക്യാൻസൽഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പം നാട്ടിലേക്ക് പോവാണെങ്കിൽ എൻ്റെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നടക്കൂല. അതെ, he must be proud of what we are doing. ഇൻഷാല്ലാ. ഇൻഷാല്ലാ. അപ്പൊ ഈ സെമീർ ലെഫ്റ്റില് ഇട്ടാല് മുസ്ലിം, റൈറ്റിൽ ഇട്ടാല് ഹിന്ദു അങ്ങനൊക്കെ പറഞ്ഞപ്പോ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. അത് എന്താ ഇവർ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കുന്നത്? കാരണം എന്താന്ന് വെച്ചാൽ സ്പെസിഫിക്കേഷൻസ്. കാരണം ടൊവിനോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഇച്ചായ എന്ന് വിളിക്കുന്നത് എന്നെ സ്നേഹം കൊണ്ട് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇച്ചായൻ, അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ ഇക്ക, മമ്മൂക്ക, അല്ലെങ്കിൽ ഹിന്ദു ആണെങ്കിൽ ഏട്ടൻ. ഈ ഏട്ടൻ അങ്ങനെയാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നതെങ്കിൽ എനിക്ക് ഈ ഒരു വിളിനോട് താല്പര്യമല്ല. അതുകൊണ്ടാണ് എനിക്ക് ബ്രോ എന്നുള്ള വിളിയില്ലേ, ബ്രോ ഭയങ്കര ഒരു ഫ്രീക്ക് ആയിരുന്നല്ലോ, ഫ്രീക്ക് പേരായിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ആ ബ്രോ വിളി എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാല് അത് യൂണിവേഴ്സലാണ്. നമ്മളെക്കാളും ഒരു പ്രായം കുറഞ്ഞ ആളാവാം, പ്രായം കൂടിയ ആളാകാം, ഏത് മതമാകാം, ഏത് ബാക്ക്ഗ്രൗണ്ട് ആകാം, എങ്ങനെ ആയ ആള് നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് ബ്രോ പ്രായം കൂടരുത്. അത് ശരിയാണ്. പക്ഷെ എന്നാലും നമുക്ക് ആൾക്കാരെ ബ്രോ എന്ന് വിളിക്കാം. അതുകൊണ്ട് ഈ ബ്രോ സംഭവം ഒരു ഫ്രീക്ക് സംഭവമാണ് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ സൗദിയിൽ നിന്ന സമയത്ത് സഹോ അളിയ വിളി ഉണ്ടല്ലോ. അതുപോലെ തന്നെ സൗദിയിലായ സമയത്ത് ഞങ്ങൾക്കൊരു തമിഴ് നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു, തമിഴ്നാട് എന്നുള്ള നെയ്ബേഴ്സ്. പക്ഷെ ഇവരുടെ സംസാരം ഫുള്ള് ഉറുദുലായിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് ഇങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു, ഇവർ പുതിയ വന്ന നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ തമിഴ്നാട്ടിൽ നിന്നായിട്ട് ഉറുദു എന്ന് സംസാരിക്കുന്നേ? അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങളുടെ ആ ഒരു ഏരിയയില് മുസ്ലിംസ് ഉറുദു ആണ് സംസാരിക്കുക, ഹിന്ദുസ് തമിഴാണ് സംസാരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ അവിടെ തന്നെ ഒരു ഡിവിഷൻ വന്നു. ഭാഷ എന്ന് പറഞ്ഞാല് നമുക്കപ്പം മിക്ക ആൾക്കാർ തമിഴ് അറിയില്ല, അല്ലെങ്കിൽ തമിഴ് അറിയുന്നവന് ഉറുദു അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇന്ററാക്ഷൻ അത്രത്തോളം കുറയും. ക്ലാസിഫിക്കേഷൻ വരികയാണ് അനാവശ്യമായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ കാനഡയിൽ ഞാൻ ലണ്ടൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് ആന്ധ്രയെന്നോ തെലുങ്കാനയെന്നോ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു, വിനയ് എന്ന് പറഞ്ഞിട്ട്. ഇവ വന്നിട്ട് പിന്നീട് അവൻ വിനയ് ഫോർട്ട് എന്നറിയപ്പെട്ടു. അതായത് അപ്പൊ ഈ വിനയ് മലയാള സിനിമയോട് പ്രേമായിരുന്നു. ഇവൻ തെലുങ്കനറ്റാണ്, പക്ഷെ ഇവന് തെലുഗു സിനിമ കണ്ണെടുത്താ കണ്ടുകൂടാ, ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട്. ഇവന് മലയാള സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവൻ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയും ജല്ലിക്കട്ടു ബ്രോ, ജല്ലിക്കട്ടു പറയും, ജല്ലിക്കട്ട് സിനിമ. അപ്പൊ ഇവൻ വന്നിട്ട് എപ്പോഴും നമ്മളുടെ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ മലയാളീസ് ആയിരുന്നു. എന്നിട്ട് ഇവൻ വന്നിട്ട് പറയും എനിക്ക് നിങ്ങൾ മലയാളീസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം. അപ്പൊ ഞാൻ ചോദിക്കും എന്താന്ന് പറയും. അപ്പം പറയും നിങ്ങൾ മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഏത് മതമായാലും നിങ്ങൾ മലയാളമാണ് സംസാരിക്കുക, ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല. റിലീജിയനൊക്കെ അനുസരിച്ച് ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ എൻ്റെ നെയ്ബർ പറഞ്ഞു പറഞ്ഞ പോലെ അവരവിടെയും ഈ ഒരു സിസ്റ്റം തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ അവനോട് അപ്പൊ അത് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് തോന്നി. നമ്മള് മലയാളികൾ ശ്രീലങ്കൻ സിൻഹള തമിഴുണ്ട്, പിന്നെ ഒരു സാധാ തമിഴുണ്ട്. സാധാ തമിഴ് മുസ്ലിംസും ഇവരൊക്കെ സംസാരിക്കാന്നാ കേട്ടത്. ബാക്കിയുള്ളവര് ഈ സിൻഹള തമിഴാണ് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അത് കേട്ടപ്പം ഭയങ്കര പ്രൗഡ് തോന്നി. അതേപോലെ തന്നെ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, അതെ, അതൊരു കേരളത്തിന്റെ സെലിബ്രേഷൻ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിപ്പോ ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാവട്ടെ, ഏതൊരു മതമാവട്ടെ. അപ്പൊ നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെ കുറെ യൂണിറ്റിന്റെ കുറെ സംഭവങ്ങളുണ്ട്, അത് നമ്മള് കൈവിടരുത്. അതെ, അത് കുറെ സെറ്റ്. ഇപ്പൊ കോവിഡ് വന്നപ്പോ, നിപ്പ വന്നപ്പോ, പ്രളയം വന്നപ്പോ, ഈ ടൈമിലൊക്കെ നമ്മൾ പ്രൂവ് ചെയ്ത സംഭവങ്ങളായിരുന്നു. നമ്മള് മതത്തിന്റെ പേരിലല്ല ഇവിടെ ഈ നാട് നിന്ന് പോകുന്നത്. അതെ, അത് റിച്ചസ്റ്റ്
സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റ്സ് കണ്ടപ്പോ അതില് ഏറ്റവും കുറവ് പോവേർട്ടി ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. 0.7% ഞാൻ ആ വീഡിയോയില് കണ്ടത് പോവേർട്ടി ലൈൻ വരുന്നത്. നേരെ മറിച്ച് ഏറ്റവും ഹൈയസ്റ്റ് എവിടെ? ബീഹാറോ? ബീഹാറിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടുത്തെ എത്ര 23% അങ്ങനെ എന്തായിരുന്നു? ഇപ്പൊ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഡിഫറൻസ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഭയങ്കര ലക്കിയാണ്. നമ്മളുടെ കേരളത്തിലെ ബാക്കിയുള്ള ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മള് ഇല്ലാന്നല്ല, ബട്ട് ഏറ്റവും മിനിമലായി നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് നമ്മളുടെ മലയാളികളുടെ കേരളം. അത് നമ്മളെ കൈവിടരുത്, നമ്മളിങ്ങനെ ഒന്നിച്ച് നിൽക്കണം. അതെ. പിന്നെന്താന്ന് വെച്ചാൽ പല ആൾക്കാരും സർക്കാരിനെ കുറ്റൊക്കെ പറഞ്ഞെങ്കിലും ആ രീതി ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആകെ നോട്ടീസ് ചെയ്ത് എന്താന്ന് വെച്ചാല് കോവിഡ് ടൈമില് ആരും പട്ടിണിക്ക് കിടന്നിട്ടില്ല. അതായത് കോവിഡിന്റെ ആ ഒരു ടൈമില് ഈ പണിയില്ലാത്ത ഇപ്പൊ കൂലിപ്പണിക്കാര്, പാവപ്പെട്ടവര്, ഇവരൊക്കെ പണി നിന്നു പോയാല് ഇവരൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇവരെടുത്തൊന്നും അധികം ചിലപ്പോ സേവിങ്സോ ഇപ്പൊ സേവിങ്സ് ഉണ്ടെങ്കിൽ തന്നെ എത്രയെന്ന് വെച്ചിട്ടാ ആ ടൈമിലൊക്കെ ഈ കിറ്റ് വിതരണം സംഭവമായിട്ട് പല ആൾക്കാരും പല രീതിയിലാണ് പറയണത്. ഇവര് അടുത്ത ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ആൾക്കാരെ ഇതാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാന് ഒരു SFIയോ DYFI സപ്പോർട്ടറോ അല്ലെങ്കിൽ MSF, ലീഗോ, കോൺഗ്രസ് ഒന്നല്ല. ഈ ഒരു സംഭവം കണ്ടപ്പോ ഐ ഫെൽ ലൈക്ക് സ്വിറ്റ്സർലാൻഡ് ആണ്, ന്യൂട്രൽ. അതെ, എല്ലാരും പട്ടിണിക്കിടാതെ ഇവര് നോക്കി. ആസ് എ ഗവൺമെന്റ് ദിസ് ഈസ് വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു. അവരെ ഗ്ലോറിഫൈ ചെയ്യല്ല, പക്ഷെ അവരത് ചെയ്തു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ചിലപ്പം ആ ഒരു പാർട്ടിന്റെ അവിടെ ഇപ്പൊ കോൺഗ്രസ് ആണ്, അവര് ചിലപ്പോ തന്നെ ആയിരിക്കും ചെയ്യാം, അറിയില്ല. പക്ഷെ ഇവരത് ചെയ്തു. അത് വലിയൊരു കാരണം. ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ നോക്കുമ്പോ കോവിഡ് സിറ്റുവേഷൻസ് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ ഇല്ല, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇല്ല, ഫുഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി സ്റ്റേറ്റിലൊക്കെ അവസ്ഥ കണ്ടത്. അപ്പോഴും കേരളത്തിൽ വന്നപ്പോ മെഡിക്കൽ ഇതാണെങ്കിലും വളരെ അഡ്വാൻസ്ഡ്. ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ട്, ആൾക്കാർക്ക് നല്ല സാനിറ്റൈസേഷൻ ഉണ്ട്. കോവിഡ് ആയാൽ തന്നെ അവരെ നിർത്തുന്ന സ്ഥലമൊക്കെ ആണെങ്കിലും ഇവർ ഈ സ്കൂളും പഞ്ചായത്തുകളും വേറെ വേറെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് ഇതാക്കിയിരിക്കായിരുന്നു. അതിന് ആൾക്കാരെടുത്ത് അവർ ചാർജ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ. ഞാൻ പിന്നെ കോവിഡ് ടൈമിൽ ഇവിടെ കാനഡയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നാട്ടിലെ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് അധികം അറിയില്ല. നാട്ടിലെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല, നമ്മൾ അതിജീവിച്ചതാണ് 2 കോവിഡ് ഘട്ടങ്ങൾ. സർവൈവർ. അനദർ എപ്പിസോഡ് സർവൈവർ ആയിരിക്കുന്നു, വിക്ടിം ആയിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മള് ഇപ്പം നമ്മളെ എപ്പിസോഡിൽ സംസാരിച്ചല്ലോ, ഈ പണ്ടത്തെ ആൾക്കാര് ചിലപ്പോ ഇങ്ങനെ കൊണ്ടുവന്നതായിരിക്കും മുണ്ടൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. നിനക്കറിയായിരുന്നു പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാരൊക്കെ റൂൾ ചെയ്ത സമയത്താണ് അതോ അതിന്റെ മുന്നേ ആണോ അറിയില്ല, നമ്മുടെ നാട്ടില് മാറ് മറക്കാനുള്ള കരം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല് വിമൻ ടോപ്ലെസ് ആയിരുന്നു. അതെ, അതായത് ഈ കീഴ്ജാതിയിലുള്ള പെണ്ണുങ്ങള്, അതായത് വളരെ ബോട്ടം ലൈനിലുള്ള പെണ്ണുങ്ങള്, ദേ വർ നോട്ട് സപ്പോസ് ടു വെയർ ദെയർ ടോപ്സ്. അഥവാ അവരത് ധരിക്കണമെങ്കിൽ തന്നെ അതിനുള്ള ടാക്സ് കൊടുക്കണമായിരുന്നു. അതായത് ഇംഗ്ലീഷിൽ അതിന് മറ്റേ ബ്രസ്റ്റ് ടാക്സ് നോ ബൂബ് ടാക്സ് നോ അങ്ങനെ ഇരുന്നതിനെ പറഞ്ഞിരുന്നത്. പക്ഷെ പൊതുവെ മലയാളത്തില് മാറ് മറക്കാനുള്ള കരം നേരിടുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, അതായത് എത്രത്തോളമായിരുന്നു നമ്മുടെ നാട്ടിലാര് അവസ്ഥകളും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഈ ഒരു മൂവ്മെന്റിൽ ഒരു പ്രതിഷേധം പോലെ വന്നതെന്ന് എങ്ങനെയാന്ന് വെച്ചാല്, ഏതോ ഒരു സ്ത്രീ, അവര് ഹിസ്റ്റോറിക്കലി അവരെന്തോ അറിയപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു, അവരുടെ പേര് എനിക്കറിയില്ല. പക്ഷെ ഇവര് ഈ മാറ് മറിച്ചിട്ട് ഇവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോ പോലീസുകാരോ അതോ ഇനി അവിടെ ഉള്ള രാജാവിന്റെ മേധാവികളോ ആരോ വന്ന ടൈമില് പ്രതിഷേധമായിട്ട് ഈ പെണ്ണ് അവര് ഈ ഫാമേഴ്സും കാര്യങ്ങളൊക്കെയാണല്ലോ പൊതുവെ ഉണ്ടാവുക. ഇവരുടെ അരിയക്കത്തി എടുത്തിട്ട് ഇവരുടെ മാറങ്ങ് മുറിച്ചിട്ട് ഇവരുടെ മുന്നിൽ അങ്ങ് ഇട്ടുകൊടുത്തു. അങ്ങനെയാണ് പോലും അതിന് പ്രതിഷേധം വന്നത്. അതായത് മാറുണ്ടായാലാണല്ലോ ഈ കരമുള്ളൂ. എന്നിട്ട് അതിനുശേഷം എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് അതും ഇത് ചെയ്യണവരെ കെട്ടിട്ടിട്ട് അടിക്കുക അങ്ങനൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞത് പോഡ്കാസ്റ്റിൽ ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാക്ച്വൽ ആയിട്ട് പറയണത്, ഏതോ പെണ്ണ് ഏതോ നാട്ടിൽ ആരൊക്കെയോ വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാന് സംബന്ധിച്ച് നമ്മളിത് റിസർച്ച് ചെയ്ത് അതായത് പ്രിപ്പയർ ചെയ്ത് മനസ്സിലുള്ള ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ആ ടോപ്പിക് ഇങ്ങനെ റിലേറ്റഡ് ആയതുകൊണ്ടാണ് പറഞ്ഞു.
ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു കേട്ടറിവ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെയും കുറച്ചുകൂടി ഒന്ന് ഫാക്ച്വൽ ആവാൻ നോക്കും. ഇത് ഞാൻ അങ്ങനെ കുറച്ചുകൂടി ഒന്ന് ഫാക്ച്വൽ ആയി പറഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ സമീർ ഏതോ ഒരു രാജാവോ എന്തോ വന്നപ്പോ ഏതോ ഒരു പെണ്ണോ എന്തോ ഇങ്ങനെ മനുഷ്യൻ എന്തോ പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു മലയാളത്തില്. ആ സിനിമന്റെ സ്റ്റോറി അറിയുന്നത് ശ്രീ നാരായണ ഗുരുവിന്റെ സ്റ്റോറിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, അതൊക്കെയാണ് അതിലെ ഒരു മെയിൻ. അതില് ഈ സീനൊക്കെ ഉണ്ട്, ഈ വളരെ സ്ട്രോങ് പൊളിറ്റിക്കൽസ്. അതേപോലെ നിവിൻ പോളിന്റെ കായംകുളം കൊച്ചുണ്ണി പറഞ്ഞ സിനിമയിലും അതിലും ഇതേപോലെ ഇതിന്റെ സീൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് അറിയണം നമ്മുടെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവിടെ ഒരു ഭാഗത്ത് വർഷങ്ങൾക്ക് മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ സ്ത്രീകൾ മറക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇപ്പൊ ഫ്രീ ദ നിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ കുറെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യണം. വെസ്റ്റേണില് ഫ്രീ ദ നിപ്പിൾസ് പറഞ്ഞിട്ടുള്ള പ്രൊട്ടസ്റ്റ് വളരെ പോപ്പുലർ. അതായത് അവർക്കും പുരുഷന്മാരെ പോലെ ഈക്വാലിറ്റി ഡ്രസ് ഇല്ലാതെ ഞാൻ നിന്നോട് പറയണ ഇവിടെ ടോപ്ലെസ് ആയിട്ട് നടക്കണം എന്നുള്ള ഒരു അജണ്ടയാണ് അവര് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ മാർച്ച് നടക്കാറുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ആലോചിക്കാൻ കാലത്തിന്റെ ഒക്കെ ഓരോ പോക്കെ, ഒരു ഭാഗത്ത് അതിനുവേണ്ടി പോരാടി, ഒരു ഭാഗത്ത് മറുവശത്തിന് വേണ്ടി ഇപ്പൊ പോരാടുന്നു. എന്താല്ലേ US പെണ്ണിന് വോട്ട് ചെയ്യാൻ വന്നത് ഒരു റെവല്യൂഷണറി മൂവ്മെന്റ്. എന്താല്ലേ പെണ്ണുങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് വന്നത് ആദ്യമായിട്ടാണ്. അതായത് ഒന്ന് ആലോചിച്ചൊക്കെ, ആദ്യമായിട്ട് ഇവര് കൊണ്ടുവരുമ്പോ ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ ഇല്ല, എല്ലാരും ഇങ്ങനെ ആലോചിക്കണം പെണ്ണുങ്ങൾക്ക് വോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇലക്ഷനിൽ പെണ്ണുങ്ങൾക്ക് വോട്ട്. അപ്പൊ ആണുങ്ങളൊക്കെ അങ്ങ് ട്രിഗർ ആയിണ്ടാവും ആ ടൈമത്തെ ആൾക്കാര്. ഞാൻ ആലോചിക്കണം, ഇവര് പെണ്ണുങ്ങൾക്ക് വോട്ട് പറയുമ്പോ ഇവര് പെണ്ണുങ്ങളെ ആ ഒരു രീതിയിൽ അങ്ങോട്ട് പൊളിറ്റിക്കൽ ഇതൊക്കെ കൊണ്ടുവന്നവർക്ക് അത്രയും വോട്ട്സ് കൺവേർട്ട് ആവല്ലേ. ഇപ്പൊ US ഇവര് വോട്ടിങ്ങിന്റെ ഒരു ഇതൊക്കെ അടുത്തപ്പോ ഇവര് ബോർഡേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് മെക്സിക്കോ വരെ ഉള്ള ആൾക്കാരൊക്കെ, അതായത് ഇപ്പം US ഇപ്പം ബോർഡേഴ്സ് ഓപ്പൺ ആണ്. അതായത് ഈ US സൗത്തില് ടെക്സസ് ഭാഗത്തൊക്കെ എന്താ ബോർഡേഴ്സ് അങ്ങ് തുറന്നു വെച്ചേക്കാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ കുറെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് US ഇടിച്ചു കയറുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, ഈ മെക്സിക്കോ വഴിയിലൂടെ. അപ്പൊ അതിൽ ഏതൊരു രാജ്യത്തെ ആൾക്കും അങ്ങോട്ട് വന്നിട്ട് എനിക്ക് കയറണം, എന്റെ നാട് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ ഇത് അറിയുന്നത്. പറഞ്ഞാൽ ഇലോൺ മസ്കിന്റെ ട്വീറ്റ്സ് എന്നാണ് ഈ ന്യൂസ് ഫുൾ അറിയുന്നത്. അപ്പൊ ഇലോൺ മസ്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് എന്താ വോട്ടർ ID ഇല്ലാതെ വോട്ട് ചെയ്യാൻ പറ്റുന്നു US റൂൾസ് അനുസരിച്ച്. അപ്പൊ ഓപ്പൺ ബോർഡേഴ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ള ഗവൺമെന്റ് വെക്കുന്നതെങ്കിൽ, ഡെമോക്രാറ്റ് പാർട്ടി വെക്കുന്നതെങ്കിൽ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനൊക്കെ അതിന് സപ്പോർട്ട് ആവുമല്ലോ. എന്തായാലും ഡെമോക്രാറ്റ്സിന് വോട്ട് ചെയ്യും. അങ്ങനെ അവർക്ക് നിലനിൽക്കാൻ കഴിയും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മളെങ്ങനെ ഈ ടോപ്പിക്കിലേക്ക് എത്തിയത്? സ്ത്രീകൾക്ക് വോട്ട്. പിന്നെ അത് മാത്രല്ല, പുടിൻ പറഞ്ഞിട്ടുണ്ട്, അതായത് US ഇങ്ങനെ ചെയ്യുമ്പോ അവരുടെ കൺട്രി അത്രക്കും വീക്കാവാണ്, കാരണം ടെററിസ്റ്റിനൊക്കെ ഇൻട്രൂഡ് ചെയ്ത് വരാം, അതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കുറെ സംഭവം ഉണ്ട്. അതല്ല നമ്മളുടെ ടോപ്പിക്. നമ്മളുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ മിസ്റ്റർ ബീസ്റ്റിന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 12 വർഷമായി. മോർ ദാൻ എ ഡെക്കേഡ്. ഈ 12 വർഷത്തിൽ 240 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആണ് മിസ്റ്റർ ബീസ്റ്റിന് കിട്ടിയത്. 240 മില്യൺ. അതുപോലെ തന്നെ 43 ബില്യൺ വ്യൂസ് ആണ്. അതായത് ഈ ലോകത്തിന്റെ പോപ്പുലേഷനേക്കാളും എത്രയോ ഇരട്ടി ആണ് ഒരു നമ്മുടെ ലോകത്തിന്റെ പോപ്പുലേഷൻ. അപ്പൊ 5 ഇരട്ടിയാണ് ഇവരുടെ വ്യൂസ് കിട്ടി. അതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല് 55% സബ്സ്ക്രൈബേഴ്സ് മിസ്റ്റർ ബീസ്റ്റിന്റെ ഈ 240 മില്യണിൽ വന്നത് കഴിഞ്ഞ വർഷമാണ്. ഒറ്റൊരു വർഷത്തിലാണ് 55% സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അത് 12 വർഷം ശ്രമിച്ചിട്ട് 11ാമത്തെ വർഷമാണ് ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അതുപോലെ തന്നെ 51% വ്യൂസ് വന്നതും കഴിഞ്ഞ വർഷമാണ്. അപ്പൊ മൂപ്പര് 11 വർഷം കഷ്ടപ്പെട്ടിട്ട് ആ ഒരു വർഷം, കഴിഞ്ഞ ഒരു വർഷത്തിലാണ് ആ 11 വർഷത്തിന്റെ അത്ര റിട്ടേൺ ഒരു വർഷത്തിൽ അങ്ങ് വന്നു. ഭയങ്കര ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലാതെ. അത് കണ്ടപ്പോ എനിക്ക് നമ്മളുടെ പോഡ്കാസ്റ്റിൽ ഒരു സിമിലാരിറ്റി തോന്നി. ഞങ്ങൾ 3 വർഷമായി പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 വർഷത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ഗ്രോത്തിനേക്കാളും ഗ്രോത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ 5 മാസത്തിൽ കിട്ടി. അതെ, അതിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം കിട്ടി. അത് സെമീറും ഞാനും അങ്ങ് ഒരുമിച്ച് പോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഗ്രോത്ത്
ഗ്രോത്ത് വന്നു. സോ ഞങ്ങളെ പോഡ്കാസ്റ്റിന്റെ ഒരു രണ്ടാം ജന്മം എന്നുള്ള പോലെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. സീസൺ 2 എന്നുള്ള രീതിയിലാണ് അത് വന്നിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് നമ്മളുടെ പോഡ്കാസ്റ്റ് കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് 75-ലേറെ രാജ്യങ്ങളിൽ ലിസണേഴ്സ് ഉണ്ട് ഇപ്പോൾ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അതെ, നമ്മളെ മലയാളത്തില് പോഡ്കാസ്റ്റ് വളരെ വിരളമായിട്ടുള്ളൂ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് പോഡ്കാസ്റ്റുകൾ ഉണ്ടായിരുന്നു, അപ്പോഴും കുറവായിരുന്നു. പക്ഷെ അവരൊക്കെ നിർത്തിപ്പോയി. അന്ന് ഞങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരിലൊക്കെ ഒരു പോഡ്കാസ്റ്റ് തന്നെ നിലവിലുണ്ടോന്ന് ഇപ്പൊ ഡൗട്ടാണ്. അവരൊന്നും ആരെ കുറിച്ചൊന്നും കേൾക്കാറില്ല. ആകെയുള്ള പോഡ്കാസ്റ്റ് പറഞ്ഞാ ഒന്ന് അന്നത്തെ മെയിൻ സ്ട്രീം ആയിരുന്ന കാർത്തിക് സൂര്യന്റെ പോഡ്കാസ്റ്റ്. അവര് ഞങ്ങളും തുടങ്ങണതിന്റെ കുറച്ച് മുന്നേയാണ് അവര് തുടങ്ങിയത്. പിന്നെ പറഞ്ഞാൽ അതിനുശേഷം വന്ന സെലിബ്രിറ്റീസിന്റെ പോഡ്കാസ്റ്റ്, ഈ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്ന അപർണ പ്രേംരാജിന്റെ പോഡ്കാസ്റ്റ്, അതൊക്കെ തോമസിന്റെ പോഡ്കാസ്റ്റിലുപരി അതൊക്കെ ഒരു ഇന്റർവ്യൂ ഷോസ് ആണ്. പോഡ്കാസ്റ്റ് ഒന്നും പറയാനില്ല. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മൾ സംസാരിക്കണം, ഗസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവരുന്നതല്ല. അപ്പൊ പോഡ്കാസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് നമുക്ക് നമ്മളെ മലയാളത്തിലും പോഡ്കാസ്റ്റുകൾ വേണം. മലയാളത്തിലെ ക്രിയേറ്റേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മലയാളത്തിലെ ആൾക്കാരെ ഗ്രോ ചെയ്യണം. ദേ ഡിസേർവ് ഇറ്റ്. നമ്മളെപ്പോഴും ഈ മൂവി ഇൻഡസ്ട്രിയിൽ KGF, സലാർ അങ്ങനത്തെ മൂവീസ് ഒക്കെ ബ്ലോ അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മലയാളം ആക്ടേഴ്സ് ഒക്കെ പറയില്ലേ, നമ്മൾ മലയാളം മൂവി ഇൻഡസ്ട്രീനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം, എന്നാലേ നമുക്കും ഇതുപോലത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമാസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. സപ്പോർട്ടിന്റെ കുറവാണോ, പടം വരാത്തോണ്ടല്ല? അല്ല, അങ്ങനത്തെ ഭയങ്കര ഹൈ ബഡ്ജറ്റ് മാസ് മസാല പടങ്ങളൊക്കെ, KGF പോലത്തെ പടങ്ങളൊക്കെ മലയാളത്തിൽ ഇറങ്ങുമ്പോ അത് അങ്ങ് ഫ്ലോപ്പായി പോവാറാ പൊതുവെ. നമ്മള് ഓഡിയൻസ് റിയലിസം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലൂസിഫറും വളരെ ഒരു ഇന്ത്യൻ ആയിട്ടില്ല, അതൊരു പാൻ ഇന്ത്യൻ മലയാള സിനിമ ഇല്ല. അപ്പൊ അതങ്ങനെ പറയുന്ന പോലെ തന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് ഇതേപോലെ നമ്മുടെ മലയാളത്തിലെ പോഡ്കാസ്റ്റുകളും വലുതാകണം. അപ്പം ഹിന്ദിയില് മനസ്സിലാക്കിയ എന്താ ഞാൻ മനസ്സിലാക്കിയ സംഭവം എനിക്കൊണ്ട് നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് പൈസ മുടക്കാൻ പേടിയാണ് ബിഗ് ബഡ്ജറ്റ് പടം എടുക്കാൻ. കാരണം എന്താന്ന് വെച്ചാല് കേരളത്തിൽ ഇപ്പം ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലുങ്കുല് ഇവര് അല്ലു അർജുന വെച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് പടം ഇതാക്കി ഒരു നല്ലൊരു സ്റ്റോറി ലൈൻ വെച്ചാൽ ഇവർക്ക് അറിയാം ഇത് പടം ഹിറ്റാണ്. നമ്മള് യൂട്യൂബില് ഷോർട്സ് ഇടുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് റീൽ ഇടുമ്പോ ഇറ്റ് ഡിപ്പെൻഡ്സ്, ഹിറ്റ് ഓർ മിസ്. ചിലത് അങ്ങ് ബ്ലോപ്പ് ചെയ്യും, ചിലത് ബ്ലോപ്പ് ചെയ്യാൻ വെറുത്തിട്ടുള്ളതും ബ്ലോപ്പ് ആവില്ല. പക്ഷെ യൂട്യൂബിൽ പറഞ്ഞാല് നമുക്ക് ഏകദേശം മനസ്സിലാവും അത് ക്വാളിറ്റി കണ്ടന്റ് ആണെങ്കിൽ അത് ബ്ലോപ്പ് ആവും. അതെ, അതേപോലെയാണ് മറ്റേ ഈ ബാക്കിയുള്ള എന്താ ഈ ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ ആന്ധ്ര അങ്ങനത്തെ സ്ഥലങ്ങളിൽ, തമിഴ്നാട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സ്റ്റാർസിന് ഭയങ്കര വാല്യൂ. അതെ, ഇപ്പം രജനീകാന്തിന്റെ സിനിമയാണെങ്കിൽ അതിനിപ്പോ സ്റ്റോറി ലൈൻ മോശമാണെങ്കിലും പടം ഹിറ്റാണ്. അതെ, വിജയിന്റെ പടമാണെങ്കിലും തമിഴ്നാട്ടില് പടം ഹിറ്റാണ്. പക്ഷെ നമ്മളെ നാട്ടില് മാത്രമാണ് സ്റ്റാർസ് ആർ മിയർലി ആക്ടിങ് ഇൻ മൂവി എന്നുള്ള രീതിയിൽ. മൂവിയാണ് മെയിൻ ക്യാരക്ടർ, സ്റ്റാർസ് അല്ല മെയിൻ. അതിനിപ്പം മമ്മൂട്ടി അഭിനയിച്ച് വലിപ്പിച്ച ഒരു സിനിമ ഇനിയിപ്പോ ഫഹദ് ഫാസിൽ വന്ന് അഭിനയിച്ച് ആ ഒരു പടം നല്ലതാണെങ്കിൽ ആൾക്കാർ അത് കൈ നീട്ടി സ്വീകരിക്കും. അതെ, അതാണ് മലയാളം ഓഡിയൻസും ഇവരും തമ്മിലുള്ള ഇന്റലക്ച്വൽ ഓഡിയൻസ്. അതെ, ഭയങ്കര നമ്മൾ സിനിമയാണ് പ്രണയിക്കുന്നത്. സിനിമയിലുള്ള സ്റ്റാർസ്, ഫാൻഡം അതൊക്കെ ഉണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സിനിമയാണ് വേണ്ടത്. അത് പറഞ്ഞപ്പോ എനിക്ക് പറയാനുള്ള, അപ്പൊ അതുപോലെ നമ്മുടെ മലയാളം പോഡ്കാസ്റ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ്. കാരണം എന്താന്ന് വെച്ചാൽ പോഡ്കാസ്റ്റിൽ നമ്പർ 1 ആയി നിൽക്കുന്ന ഒരാളുണ്ട്. നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല, ജോ റോഗൻ എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പരൊരു OG പോഡ്കാസ്റ്ററാണ്. മൂപ്പര് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പോഡ്കാസ്റ്റിന്റെ എന്താന്ന് പോലും ആൾക്കാർക്ക് അറിയുന്ന മുന്നേ മൂപ്പര് വെബ് ക്യാം വെച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു പോഡ്കാസ്റ്റ്. മൂപ്പര് പോഡ്കാസ്റ്റ് ഇതേപോലെ വെബ് ക്യാം ഓൺ ആക്കിയിട്ട് അങ്ങനെ ഒറ്റക്ക് അങ്ങനെ സംസാരിക്കും. മൂപ്പരുടെ ഒരു ഫ്രണ്ട് മൂപ്പരുടെ വേറൊരു ഫ്രണ്ടിനോട് ഞാൻ ഇപ്പൊ ഇതാണ് പറയാനുള്ളത്. ഈ സ്റ്റോറി പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും രസമുള്ള കാര്യം എന്താ വെച്ചാൽ സെവീറിനോട് ഈ കഥ ഞാനാ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ സെവീർ പറയുന്നുണ്ടപ്പോ ഞാൻ പോലും ഇവനിത് അറിയോ എന്നുള്ള ഒരു നിമിഷം ഞാൻ പോലും ആലോചിച്ചു നിന്നുപോയി. കോൺഫിഡൻസ് അതിലാണ് കാര്യം. നീ പറഞ്ഞോ, ഞാൻ ഹാപ്പിയാ. ജോ റോഗന്റെ ഒരു ഫ്രണ്ടിനോട് ഈ ഫ്രണ്ടിന്റെ വേറൊരു ഫ്രണ്ട് പറയുന്നുണ്ട്, അതായത് ഇതെത്രോ കൊല്ലങ്ങൾക്ക് മുന്നേ, അതായത് പോഡ്കാസ്റ്റിംഗ് ഒന്നും എന്താന്ന് അറിയാത്തൊരു ടൈമില് ആവുമ്പോ നമുക്കൊരു പുതിയ കാര്യമാണ്. അതിൽ ഇവൻ പറയുന്നുണ്ട്, ഇയാള് എന്താ ഈ ചെയ്യണേ. അതെ, എന്താ ഞാൻ കുറച്ചുകൂടി ഒരു കോണ്ടെക്സ്റ്റ് തരാം.
ജോറോഗൻ ഒരു സ്റ്റാൻഡപ്പ് കൊമീഡിയനും കൂടിയായിരുന്നു. അപ്പൊ ജോറോഗൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ഗസ്റ്റ് പോലത്തെ ആരും കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് വെബ് ക്യാം ഓൺ ആക്കിയിട്ട് അതിൽ സംസാരിക്കും. വേറെ ആരെങ്കിലും ഒക്കെ കിട്ടിയാൽ ഫ്രണ്ടൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനും അവരും സ്റ്റാൻഡപ്പ് കൊമീഡിയൻസും അവരെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യും. അങ്ങനെ ജോറോഗൻ ഒരു ദിവസം ഒരു ഫ്രണ്ടിനെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്തു വെബ് ക്യാമില്. അപ്പൊ വേറൊരു ഫ്രണ്ട് ആ റൂമിലുണ്ടായിരുന്നു. മൂപ്പര് ഇതിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, മൂപ്പരുടേതായ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജോറോഗന്റെ ഈ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്ന ഫ്രണ്ടിനോട് ഈ കണ്ടിരുന്ന ഫ്രണ്ട് വെച്ച് ഇവനെന്തിനാ ഇതുമ്മ സമയം കളയുന്നേ, ഇവനെന്താ ഇത് ചെയ്യുന്നേ, ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവൻ കൊമീഡിയൻ അല്ലേ, ഇവൻ അതിന് വല്ല ടൈം സ്പെൻഡ് ചെയ്തൂടെ, ഇവൻ എന്താ ഇത് ചെയ്യുന്നതാണ്. പക്ഷെ ജോറോഗൻ അത് അറിഞ്ഞു. ജോറോഗൻ അതിൽ തളർന്നു പോയില്ല, അതില് ബാക്ക് ഡൗൺ ചെയ്യാനൊന്നുമില്ല. മൂപ്പര് അത് കീപ്പ് ഓൺ ഡൂയിങ് ചെയ്തു. അങ്ങനെ മൂപ്പരെ പോഡ്കാസ്റ്റിൽ മൂപ്പര് കൊമീഡിയൻസിനെ കൊണ്ടുവന്നു. പിന്നെ ജോറോഗൻ ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ മൂപ്പർക്ക് UFC അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂപ്പര് കമന്ററി ചെയ്യായിരുന്നു. അപ്പൊ മൂപ്പര് എന്താക്കി പോഡ്കാസ്റ്റിൽ ഫൈറ്റേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ വിപുലിച്ച് പിന്നെ അങ്ങനെ വേറെ സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ വലിയ ഈലോൺ മസ്ക് ഒക്കെ 3 പ്രാവശ്യം ജോറോഗന്റെ പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്. 3-4 മണിക്കൂറൊക്കെ ഉള്ള എപ്പിസോഡ്സ് ഉണ്ട് ജോറോഗന്റെ പോഡ്കാസ്റ്റില്. പിന്നെ കെവിൻ ഹാർട്ട്, അങ്ങനെ ഏറ്റവും വലിയ ആൾക്കാരൊക്കെ ജോറോഗന്റെ പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 2020 ജോറോഗന്റെ പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈ $100 million $100 million ഡോളേഴ്സിന് ഒരു 4 വർഷത്തിന് എക്സ്ക്ലൂസീവ് ഡീൽ സൈൻ ചെയ്തു. അതായത് ഇപ്പം ഞങ്ങളെ പോഡ്കാസ്റ്റ് യൂട്യൂബിലുണ്ട്, സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, ഗാന, ജിയോ സാവൻ, അങ്ങനെ പല പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പോഡ്കാസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ്. പക്ഷെ സ്പോട്ടിഫൈ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് മേടിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമും ക്യാൻസൽ ചെയ്ത് ഇങ്ങേരുടെ പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇങ്ങേരുടെ ഫാൻസ് പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാവരും സ്പോട്ടിഫൈ മാത്രം ചൂസ് ചെയ്യും കേൾക്കാൻ. അപ്പൊ സ്പോട്ടിഫൈയിൽ അത്രയും യൂസേഴ്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുകയാണ്. ഇതല്ലേ ഈ പറയാൻ വന്ന? എക്സാക്ട്ലി, താങ്ക്സ്. അപ്പൊ അങ്ങനെ മൂപ്പര് ചെയ്തു. അങ്ങനെ ഈ 4 വർഷം ഇപ്പൊ കഴിഞ്ഞ 2024 അങ്ങനെ മൂപ്പരുടെ ആ കോൺട്രാക്ട് അപ്പായി. അപ്പൊ ഇവരെന്താ ചെയ്തത്, സ്പോട്ടിഫൈ എന്താ വെച്ചാ $250 million കൊടുത്ത. അടുത്തത് $100 million ഓൾറെഡി ഉണ്ടാക്കി. ഈ നെക്സ്റ്റ് ഡീൽ എന്ന് പറഞ്ഞാൽ $250 million. നമുക്കൊന്ന് മനസ്സിൽ ആലോചിക്കാൻ പോലും പറ്റാത്തത്ര പൈസ കൊടുത്തിട്ട് സ്പോട്ടിഫൈ വീണ്ടും ഡീല് സെക്യൂർ ചെയ്തു. പക്ഷെ ഈ കോൺട്രാക്റ്റില് സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് എന്നുള്ള സംഭവം ഇല്ല. ജോറോഗൻ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സമീറിനോട് പറഞ്ഞു, സ്പോട്ടിഫൈന് ഇതെങ്ങനെ മേക്ക് സെൻസ് ചെയ്യുന്നത്? കാരണം ഇത്ര കാലം ഈ $100 million ഡീലിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് സ്പോട്ടിഫൈയിലേക്ക് പോയിട്ട് വേണം കേൾക്കാൻ. ഞാൻ എന്റെ പോഡ്കാസ്റ്റ് ഒക്കെ ആപ്പിൾ പോഡ്കാസ്റ്റിലാണ് കേൾക്കാറ്. കാരണം എന്റെ അടുത്ത് ഐഫോൺ ഉണ്ടായതുകൊണ്ട് അത് കൺവീനിയന്റ് ആയതുകൊണ്ട് ഞാൻ എടുക്കാം. ഞാൻ ജോറോഗന്റെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വേണ്ടി മാത്രമാണ് സ്പോട്ടിഫൈയിൽ ഇത് കേട്ടിരുന്നത്. പാട്ട് കേൾക്കാൻ പോലും ഞാൻ സ്പോട്ടിഫൈ എടുക്കാറില്ല. കാരണം എനിക്ക് യൂട്യൂബ് പ്രീമിയം ഉണ്ടായതുകൊണ്ട് ഞാൻ യൂട്യൂബ് മ്യൂസിക്കിലാണ് പാട്ട് കേൾക്കാറ്. അപ്പൊ ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ സ്പോട്ടിഫൈ ഫോണിൽ കീപ്പ് ചെയ്യുന്ന ആപ്പ്. അപ്പൊ ജോറോഗന്റെ പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് എന്ന് മാറുമ്പോ അത് പിന്നെ ആര് ഈ സ്പോട്ടിഫൈ എന്തിനാ $250 million കൊടുക്കാന്ന് ഞങ്ങൾ ആലോചിക്കായിരുന്നു. അവര് ആര് റിട്ടൻഷൻ യൂസേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി $250 million കൊടുത്ത് മേ ബി അവർക്ക് അതൊരു ചെറിയ എമൗണ്ട്. അവർക്ക് അത് ചെറിയ എമൗണ്ട് ഒന്നല്ല. അവിടെ ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, വേറെ സ്പോട്ടിഫൈയിൽ ഇത്രയും ആർട്ടിസ്റ്റുകള്, ഇത്രയും സോങ്സിന്റെ ഇത്രയും പിന്നെ എത്ര ആൾക്കാർ ലോകത്ത് സ്പോട്ടിഫൈ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവരെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അറിയണം എന്താണ്. ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ജോറോഗന് പുതിയ കോൺട്രാക്ട് വെച്ചപ്പോ ഇവരോട് പറഞ്ഞ്, അതായത് ഞാന് ഇനി മുതല് എനിക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും എന്റെ പോഡ്കാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, സ്പോട്ടിഫൈയിൽ മാത്രം പറ്റൂല എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പം സ്പോട്ടിഫൈനുള്ള ഓപ്ഷൻ വെച്ചാല് ഒന്നെങ്കിൽ ഇത് എഗ്രി ചെയ്യാ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇതാക്കുക, അല്ലെ സ്പോട്ടിഫൈക്ക് വിഡ്രോ ചെയ്യാ, ഈ ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഇറക്കിക്കോ, പക്ഷെ ഞങ്ങളേൽ എന്നാല് ഇറക്കണ്ടുള്ള രീതിയിൽ. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, നീ പറ സമീർ. അങ്ങനെ രീതി പറയാം. അപ്പം ജോറോഗൻ ചിലപ്പോ ഇങ്ങനൊരു ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ചപ്പോള് ഇവർക്ക് തോന്നിയിട്ടുണ്ടാവും ജോറോഗന്റെ 100% ഓഡിയൻസും സ്പോട്ടിഫൈയിലാണ്. അപ്പൊ ജോറോഗൻ ഒരിക്കലും ഞാൻ ഇനി സ്പോട്ടിഫൈയിൽ ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു പറയില്ല.
പക്ഷെ ഇനിയിപ്പോ പറഞ്ഞാലും ജോറോഗന്റെ ഒരു ഇത് വെച്ചിട്ട് ബാക്കിയുള്ള അപ്പം എന്നെ പോലുള്ള ഒരാളെ സ്പോട്ടിഫൈയിൽ എത്തിക്കാമെങ്കിൽ ഇതേപോലെ എല്ലാരെയും ബാക്കിയുള്ള ആപ്പിൽ എത്തിച്ചൂടെ. എന്നെ പോലത്തെ ഒരാളെ സ്പോട്ടിഫൈയിൽ എത്തിച്ചു, ശരിയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോ ജോറോഗൻ സ്പോട്ടിഫൈയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, വേറെ പ്ലാറ്റ്ഫോമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കുറെ ആൾക്കാർ അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകും. പക്ഷെ എന്നാലും ആ മൈഗ്രേഷൻ ഒഴിവാക്കാതിരിക്കാനായിരിക്കും ചിലപ്പോ സ്പോട്ടിഫൈ ഇത് ഓഫർ ചെയ്തത്. സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചു. ഞാൻ പിന്നെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ കുറെ ആലോചിച്ചു. കാരണം നമ്മൾ പോഡ്കാസ്റ്റേഴ്സ് ആണല്ലോ, അപ്പൊ നമുക്കും ഏതെങ്കിലും ഒരു കാലം നമുക്കും ഇങ്ങനെ ഡീല് വന്നാൽ എന്തായിരിക്കും നമ്മളുടേത്. പിന്നെ മോണറ്റൈസേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മളും ചിന്തിക്കാൻ വേണ്ടി നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. എനിക്ക് എത്രയായിട്ടും അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല എങ്ങനെ ഇപ്പൊ സ്പോട്ടിഫൈന് അങ്ങനെ കൊടുക്കാൻ കഴിയാം. കാരണം എന്താന്ന് വെച്ചാൽ വേറെ ആൾക്കാരെ പോഡ്കാസ്റ്റും സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് എമാ ചേംബർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ യൂട്യൂബറിന്റെ പോഡ്കാസ്റ്റ് 50 million വാങ്ങിച്ചത്. അങ്ങനെയൊക്കെ അപ്പൊ 50 million അവരുടെ റേഞ്ച് കിടക്കുന്നത്. പക്ഷെ ജോറോഗന്റെ 250 5 ഇരട്ടിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ അപ്പൊ എന്താ റീസൺ എന്ന് വെച്ചാല് സ്പോട്ടിഫൈ പറഞ്ഞു ഞങ്ങൾ $250 million നിങ്ങൾക്ക് തരും, അത് നിങ്ങൾക്ക് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിനുള്ള പെർമിഷൻ ഞങ്ങൾ തരും. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ പോഡ്കാസ്റ്റിൽ വായിക്കുന്ന ആഡ്സ് ഉണ്ട്. ജോറോഗന്റെ പോഡ്കാസ്റ്റിൽ ആഡ്സ് പ്ലേ ചെയ്യാറുണ്ട്. അവന് വിശ്വസിക്കുന്ന കുറച്ച് പ്രോട്ടീൻ പൗഡർ, വൈറ്റമിൻ പൗഡർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അതിന്റെ പൈസയിൽ നിന്ന് ഒരു ഷെയർ എത്രയെന്ന് അറിയില്ല, അത്ര പെർസെന്റേജ് സ്പോട്ടിഫൈ കീപ്പ് ചെയ്യുന്ന റവന്യൂ. അപ്പൊ അവർക്ക് വേണ്ടത് ഈ ആഡ് മാക്സിമം ആൾക്കാർ കാണണം, ആൾക്കാരിലേക്ക് എത്തിക്കാണ്. അപ്പൊ എന്താ മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ, അപ്പൊ മാക്സിമം റിട്ടേൺ. അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാല് അപ്പൊ $250 million അല്ലെ പൈസ അവര് ഉണ്ടാക്കുന്നുണ്ടാകുന്നല്ലേ. ഒബ്വിയസ്ലി ചിലപ്പോ ഒരു 1 year 2 years കൊണ്ട് അവർക്ക് ആ റിട്ടേൺസ് കിട്ടും. ചിലപ്പോ അത്രയും വേണ്ടി വരില്ല. അപ്പൊ എത്ര ജോറോഗന്റെ ഒരു റീച്ച് എന്ന് നീ ആലോചിച്ച് നോക്ക്. എത്ര സ്പോട്ടിഫൈന്റെ ഇൻകം എന്റെ മോനെ. അപ്പൊ ഇത്രയും പൈസ ഈ ലോകത്തുണ്ട്, ഈ പോഡ്കാസ്റ്റിംഗിൽ ഇത്രയും പൈസ ഉണ്ട്. അപ്പൊ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളും ഗ്രോ ചെയ്യട്ടെ. ബാക്കിയുള്ള ഫീൽഡിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പോഡ്കാസ്റ്റ് ഫീൽഡിൽ ഇത്ര മണി ലോണ്ടറിങ് അല്ല മണി മൂവ്മെന്റ്സും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫീൽഡില് വലിയ വലിയ മെറ്റൽ ബിസിനസ്, കാർ ബിസിനസ്, ലോകത്ത് എത്രത്തോളം പൈസ ഉണ്ടല്ലേ. സ്വിസ് ബാങ്കിന്റെ ഒരു ഫാക്ട് ഉണ്ട്. അതായത് സ്വിസ് ബാങ്കില് നമുക്ക് ആ അക്കൗണ്ട് തുടങ്ങിയാണ്ട് നമുക്ക് അവിടെ എന്തും സൂക്ഷിക്കാം. ഇല്ലീഗൽ ആയിക്കോട്ടെ ലീഗൽ ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ഇല്ലീഗൽ ഗണ്ണ് വരെ വേണമെങ്കിൽ നമുക്ക് സ്വിസ് ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിക്കാം. പക്ഷെ അവര് നമ്മൾ ആരാന്നോ നമ്മളെന്താന്നോ ഇത് എവിടുന്നാന്നോ ഒരു ചോദ്യം ചെയ്യൂല. അത്രക്ക് സെക്യൂർഡ് ആണ്. നമുക്ക് പോലീസിനൊന്നും അവിടെ വന്നാണ്ട് ഇങ്ങനൊരു സംഭവം നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു നമ്മളത് സീസ് ചെയ്യാണെന്നൊന്നും പറയാൻ പറ്റൂല. അത്രക്കും പവർഫുൾ. അതിനൊരു ക്യാച്ച് ഉണ്ട്. ക്യാച്ച് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മളങ്ങ് മരിച്ചു പോയാല് അതിലുള്ള സാധനം സ്വിസ് ബാങ്ക് അങ്ങനെ അങ്ങ് എടുക്കും. മറ്റേ ഈ അവകാശികൾക്കോ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഞാൻ ഇയാളെ ഓതറൈസ് ചെയ്യുന്നു എന്റെ ഈ സാധനം ഏറ്റെടുക്കാൻ, അങ്ങനെ ഒന്നുമില്ല. സോ അവര് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾ എടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഇത് എടുക്കും. ഡു യു വാണ്ട് ഇറ്റ് ഓർ നോട്ട്, ഡീൽ ഓർ നോ ഡീൽ. അതാണ് സ്വിസ് ബാങ്കിന്റെ ഡാർക്ക് സൈഡ്. ഇവർക്ക് എന്തെങ്കിലും വരുമ്പോ പോയി കൊല്ലാലോ. ബിഹൈൻഡ് ദ സീൻസ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഓർഗനൈസേഷൻസ് ആർ കറപ്റ്റ്. അതെ, ചെയ്യൂലെന്ന് എന്ത് ചെയ്യണ്ടോ ചെയ്യണില്ല എന്നാണ് ഇപ്പത്തെ ചോദ്യം. അതെ, പക്ഷെ ഒരു അടിപൊളി സംഭവല്ലേ സ്വിറ്റ്സർലാൻഡിന്റെ സ്വിസ് ബാങ്ക് തുടങ്ങിയാലോ. എന്തിടാനടാ ഈ പോഡ്കാസ്റ്റ് കിട്ടിയ അങ്ങനത്തെ ഒരു ബാങ്കിങ് സിസ്റ്റം നമ്മളെ കൊണ്ടൊന്നും ആവില്ലടാ. അതൊക്കെ ഗവൺമെന്റ്സ് വിചാരിച്ചാലേ നടക്കും. സ്വിറ്റ്സർലാൻഡ് ആവാന്ന് പറഞ്ഞാൽ തന്നെ പൊളിറ്റിക്കലി അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ന്യൂട്രലായി നിൽക്കാന്ന. ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്വിറ്റ്സർലാൻഡ് അതിൽ ഇടപെടില്ല. അതാണ് സ്വിറ്റ്സർലാൻഡ് ഒരു ന്യൂട്രലായി നിൽക്കാണ്. ഇപ്പൊ ഖത്തറും ഏറെക്കുറെ ആ ഒരു സ്റ്റാൻസിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ട് കാണും. ഖത്തർ ഇസ് ബിക്കമിങ് ദ സ്വിറ്റ്സർലാൻഡ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. കാരണം എന്ത് പ്രശ്നം വേണം ഖത്തർ ഒരു ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ സ്റ്റാൻസ്, ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്.
പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളെ പോഡ്കാസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്ലേ സ്റ്റേഷനെ കുറിച്ചും എനിക്ക് എങ്ങനെ പ്ലേ സ്റ്റേഷൻ കിട്ടിയ, ഗെയിം ബോയ് കിട്ടിയ എന്നൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ഓഡിയൻസിൽ അങ്ങ് റെസണേറ്റ് ചെയ്തു. കുറേ ആൾക്കാർ മെസ്സേജ് വെച്ചു, ഓ എന്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് വേറെ സ്റ്റോറി പറയാണ്ട്, ഞാൻ 5ാം ക്ലാസ് പഠിച്ചപ്പം എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യണ്ടായിരുന്നു, ഇർഫാൻ പട്ടാമ്പി. ഇർഫാൻ പട്ടാമ്പി അല്ല, ഇത് വേറെ ഇർഫാൻ. അവന് എന്റെ കൂടെ എന്റെ ക്ലാസ്സിലായിരുന്നു, വേറെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഈ ഇർഫാന് പഠിക്കാൻ വളരെ മോശമായിരുന്നു. ഒരു മറ്റേ ഇർഫാൻ പഠിക്കാൻ ഭയങ്കര പ്രഗത്ഭനായിരുന്നു. ഇവന് ഒരു ഫെയിലിയർ എന്ന് പറയാം, ഫെയിൽ ആകുമായിരുന്നു. അങ്ങനെ. പക്ഷെ ഇവൻ എന്റെ ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഞാനാണ് ഈ പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ സെമീർ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു എന്താ പുഞ്ചിരി തൂകുന്ന ഒരു ഓമനത്തുള്ള ഐശ്വര്യാണ് ടീച്ചർ. ആര് സാരിയൊക്കെ എടുത്ത് നല്ലൊരു ഇതിലിങ്ങനെ വന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോ സിലി മാം എന്ത് ചെയ്തു, പഠിക്കാത്തൊരു കുട്ടീനെയും പഠിക്കുന്നൊരു കുട്ടീനെയും അങ്ങ് പേറപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ പേറപ്പ് ചെയ്ത കൂട്ടത്തില് ഞാനും ഇർഫാനുമാണ് പേറപ്പ് ചെയ്തത്. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഇർഫാനെ ഞാന് എന്റെ അഭിമാന പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാൻ അത്ര ഡെഡിക്കേഷനിൽ ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഇവന് പഠിച്ച് ഇവന് ഫെയിൽ ആയില്ല എന്ന് മാത്രമല്ല, ഒരു കുഴപ്പമില്ലാത്ത മാർക്ക് ഇവന് കിട്ടി. അപ്പൊ ഇവന് ഭയങ്കര ഹാപ്പിയായി. ഇവനേക്കാളും ഹാപ്പി ഇവന്റെ ഫാമിലി. എന്നിട്ട് ഇവര് പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന്. എന്നിട്ട് ഇവന്റെ ബ്രദറിന് ഗെയിമിന്റെ കടയായിരുന്നു. എന്നിട്ട് ഇവൻ എനിക്ക് ഗിഫ്റ്റ് ആയി തന്നെന്താ അറിയോ, PSP, പ്ലേ സ്റ്റേഷൻ പോർട്ടബിൾ എനിക്ക് ഗിഫ്റ്റ് ആയി തന്നു, എന്റെ ഫ്രണ്ട് ആയോണ്ട്. അതും ഇതെന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബ് ഒന്നും ആ കാലത്ത് ഇല്ല. PSP പറഞ്ഞാല് സെയിം ഗെയിമിന്റെ സംഭവം, പക്ഷെ നമുക്ക് ഒരു ടാബിലൊക്കെ കളിക്കണ ഒരു ഫീല്. യൂട്യൂബ് ഒന്നും അങ്ങനെ ഇല്ല. ഇപ്പൊ നമ്മൾ യൂട്യൂബില് സർപ്രൈസിങ് മൈ ബെസ്റ്റ് ഫ്രണ്ട് വിത്ത് PS5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ അന്ന് അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്നിട്ട് ഇവനൊരു OG എന്നുള്ള പോലെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ ഇവൻ എനിക്ക് പ്ലേ സ്റ്റേഷൻ പോർട്ടബിൾ ഗിഫ്റ്റ് തന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞേ എനിക്ക് Xbox ഗിഫ്റ്റ് ചെയ്യണമെന്ന്. പ്ലേ സ്റ്റേഷൻ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ സാധനം. അപ്പൊ ഇവൻ എനിക്ക് സ്കൂളിൽ കൊണ്ടുവന്ന് തന്നു. സ്കൂളിലേക്ക് ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല, പക്ഷെ ഇവൻ എനിക്ക് കൊണ്ടുവന്ന് തന്നു. പക്ഷെ Xbox എന്ന് പറഞ്ഞാൽ വലിയ സാധനം. അപ്പൊ ഇവൻ പറഞ്ഞ് ഈ ഒരു സ്ഥലത്ത് നിൽക്ക് ഞാൻ കൊണ്ടുവന്ന് തരാന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞേ ഇങ്ങനെ ഇർഫാന് Xbox തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്കൊന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ എന്റെ ഉപ്പ പറഞ്ഞേ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ ഇൻവോൾവ് ആവില്ല, വേറെ ആളെടുത്ത് നിങ്ങൾ ഗിഫ്റ്റ് മേടിക്കുന്നത്. എന്റെ ഉപ്പൊക്കെ കുറച്ചില് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷെ എന്നെ ഇതിലേക്ക് ഇതാക്കണ്ട. സ്വിറ്റ്സർലാൻഡ് എന്റെ ഉപ്പ ന്യൂട്രലായിരുന്നു. ഉപ്പ പറഞ്ഞു ഞാൻ ഇതില്. എന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ എന്നിട്ട് ഇവനൊരു അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. ഇവൻ പറഞ്ഞു അങ്ങോട്ട് വരാ. ഇവൻ ഒരു ദിവസം ഇതേപോലെ പോയി, ഇവൻ വന്നു, ഞാനും അവിടെ പോയി. പക്ഷെ ഇവന് ഞങ്ങൾക്ക് രണ്ടാൾക്കാരും കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. ഇവൻ പറഞ്ഞു ഞാൻ ഇവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും അവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കണ്ടുമുട്ടാനായില്ല. അപ്പൊ ഇവൻ വേറൊരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും ആ Xbox കൈമാറാൻ കഴിഞ്ഞില്ല. പിന്നൊരു ദിവസം എന്നുള്ള സംഭവം ഇല്ലേ, ഇത് ലാസ്റ്റ് ഡേ ആണോ? ഇവ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോ നാട്ടിലേക്കും അങ്ങ് പോയി. എന്നിട്ട് ഞാൻ ഇവനെ കുറിച്ച് അന്ന് ഫേസ്ബുക്ക് ഉണ്ട്, പക്ഷെ ഇവൻ ഫേസ്ബുക്കിൽ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇവനായിട്ട് ഞാൻ കമ്പനി കീപ്പ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഇവന് നഷ്ടപ്പെട്ടു പോയി. ഇവന്റെ എന്തേലും ഫോട്ടോ ഉണ്ടോ? നമുക്ക് മറ്റേ ഇൻസ്റ്റഗ്രാമിലെ കുറെ റീൽ ട്രെൻഡ് ആണല്ലേ, ഇവര് LKG ഒരുമിച്ചുള്ള ഫോട്ടോ ഇട്ടാണ്ട് ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ദിസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഇവനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇവന്റെ ഫോട്ടോ ഒന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു, എടാ സയാനെ എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇവനെ എല്ലാ കൊല്ലവും ഞാൻ ഇവനെ ഓർക്കാറുണ്ട്. എടാ ഇവൻ എന്റെ അത്ര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. കൊല്ലും അതായത് ഞാൻ ഇപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലെത്തി. 6ാം ക്ലാസ്സിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ ഓർത്തിട്ടുണ്ട്. പിന്നെ 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ആയപ്പോഴാണ് ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചത്. എന്നിട്ട് ഇവനെ അവർ ആടാ. അപ്പൊ ഇവൻ പറഞ്ഞേ ഞാൻ സൗദിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേ. അങ്ങനെ ജിദ്ദ കാർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിദ്ദ കാർ ഷോയിൽ വെച്ച് ഞാൻ ഇവനെ വീണ്ടും മീറ്റ് ചെയ്തപ്പം ഒരു ബോയ്സ് ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാല്
നമ്മൾ എത്ര വർഷം സംസാരിച്ചില്ലെങ്കിലും എത്ര വർഷം കണ്ടില്ലെങ്കിലും അതെ, ആണുങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ ഭയങ്കര ലോ മെയിൻ്റെനൻസ് ആണ്. നമ്മൾ എത്ര വർഷം കണ്ടില്ലെങ്കിലും എത്ര വർഷം സംസാരിച്ചില്ലെങ്കിലും പിന്നീട് നമ്മളാണ് കാണുമ്പോൾ പിക്കപ്പ് റൈറ്റ് വേ വി ലെഫ്റ്റ് ഓഫ് എന്നുള്ള രീതിയിലാണ്. ആ ഒരു ഓക്വേർഡ്നെസ്സോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസോ അല്ലെ ആദ്യം കുറച്ചിങ്ങനെ ഒരു ഷൈനെസ്സോ ഒന്നുമില്ല. ഞാൻ ഇവനെ കണ്ടതും എടാ എന്തുണ്ട് എന്ന് ഞങ്ങൾ അങ്ങ് സംസാരം തുടങ്ങി ഭയങ്കര രീതി അതായിട്ട്. ഇവന് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇവന് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ച് പിന്നെ ഇവന് ഡീആക്ടിവേറ്റ് ആയി പോയി എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ ഇവനെ കണ്ട് നമ്മൾ കുറെ ഓർമ്മകളൊക്കെ പുതുക്കി. ഇവൻ ഇതേപോലെ തന്നെ വീണ്ടും ഡിസപ്പിയർ ആയി. എന്നിട്ട് ഡിസപ്പിയർ ആയി. എന്നിട്ട് പിന്നെയും കുറെ കാലം കഴിഞ്ഞ് ഞാൻ അത് 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ +1 +2 കഴിഞ്ഞ് ഞാൻ കാനഡയിൽ വന്ന് എത്രയോ 2-3 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോണ്ട് പിന്നെ ഇതേപോലെ ഒരു മെസ്സേജ്, എടാ എന്നെ ഓർമ്മ ഉണ്ടോന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവരെ മറക്കൂല. ഞാൻ എങ്ങനെയാണോ നിന്നെ ഞാൻ മറക്കാൻ. ഞങ്ങൾ അന്ന് തന്നെ ഉഗാണ്ട ഇർഫാൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാരണം എന്താ വെച്ചാ ഇവങ്ങനെ വെളുത്ത് തുടുത്തിട്ടായിരുന്നു. അപ്പൊ ഇവന് കണ്ട ഒരു മലയാളി ലുക്കില്ല, ഒരു കണ്ണൂരാരാണ് ഇവൻ, കണ്ണൂരാണ്, മലയാളി ലുക്കും ഇല്ല ഇവന്. അപ്പൊ നമ്മളെല്ലാരും ഒരു കളിയാക്കിയിട്ട് ഇപ്പൊ ഉഗാണ്ടേന്നാണെന്നാ പറയാറ്, കറുത്ത റേസിസ്റ്റ് ജോക്സ്. ഞങ്ങള് എന്നിട്ട് ഉഗാണ്ട ഇർഫാൻ. ഇവന് എന്നെ അറിയോന്ന് പറയുമ്പോ ഞാൻ അങ്ങോട്ട് എപ്പോഴും ഉഗാണ്ട ഇർഫാൻ എന്ന് പറയും. അപ്പൊ ഇവന് എന്നുള്ള രീതിയിൽ വരിക. അങ്ങനെ ഇവന് എന്തല്ലേ മറ്റേ പെൺകുട്ടികളൊക്കെ കൊറേ ഇത് ആണല്ലേ എന്നെ സ്കൂളിലായപ്പോ പലരും ഇത് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നേരെ മറിച്ച് എന്നിട്ട് ഞാൻ ഉഗാണ്ട ഇർഫാൻ. അപ്പൊ ഇവന് യെസ് ഞാൻ തന്നെ. അങ്ങനെ എന്നിട്ട് ഞങ്ങള് വീണ്ടും ഇതേപോലെ സംസാരിക്കാം. അങ്ങനെ ഫുള്ള് ഇവന് നാട്ടിലാണ് ഉള്ളത്. ജിമെയിൽ വാങ്ങിയേക്ക് നമ്പറും അക്കൗണ്ടൊക്കെ മാറും. ഇപ്പൊ ഇവന് സ്ഥിരമായിട്ട് ശരിയാ, ഇവനിപ്പോ സ്ഥിരമായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ശരിയാണ്. അപ്പൊ എന്നിട്ട് ഇവന് നമ്മളുടെ പോഡ്കാസ്റ്റ് ഒക്കെ നമ്മളിടുന്ന റീൽസ് ഒക്കെ സ്റ്റോറി ഇടും. അതാണ് കാണുമ്പോ ആരാടത് എനിക്കൊന്ന് കാണിച്ചോണ്ടോ ഞാൻ കാണിച്ചു. എന്നിട്ട് ഞാൻ ഇവങ്ങനെ ജയന്റെ ഫ്രണ്ട് പറഞ്ഞ എന്റെയും ഫ്രണ്ട് എൽദോ ഞാനൊക്കെ ഇപ്പൊ ഇങ്ങനെയാ. അതെ. എന്നിട്ട് ഇവന് സ്റ്റോറി ഒക്കെ ഇടും. അതൊക്കെ കാണുമ്പോ ഞാൻ അങ്ങനെ ആലോചിക്കും 5ാം ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അതെ, എന്ത് കുട്ടിത്തുള്ള ഫ്രണ്ട്ഷിപ്പാ. കാര്യമായിട്ട് ഒരു പ്യുവർ സോൾസ്, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന്. അതെ, ഇത് നമ്മള് ഫ്യൂച്ചർ മതിയടാ, ഇത് ഫ്യൂച്ചറിൽ എവിടെ എത്തുന്നു അങ്ങനൊന്നും നമ്മൾ ആ പ്രായത്തിൽ ചിന്തിക്കുന്നില്ല. നമ്മൾ എത്രയോ മാറി, നമ്മുടെ ചിന്താഗതി മാറി, നമ്മളുടെ ക്യാരക്ടർ മാറി. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തുടരുന്നു. നമ്മൾ കാര്യമായിട്ട് മീറ്റ് ചെയ്തിട്ട് കുറെ കാലമായി, കുറെ വർഷങ്ങളായി, സംസാരിക്കാറില്ല, കോൾ ചെയ്യാറില്ല. വല്ലപ്പോഴും എന്നെ ഓർമ്മ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കും. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഇസ് ഫോറെവർ. ഒരു ഹെൽപ്പ് ചോദിച്ചു വന്നാൽ ജയാൻ വിൽ ബി റെഡി. അതെ, ഇവനെ എന്നിട്ട് എന്നോടൊരു ഹെൽപ്പ് ചോദിച്ചിരുന്നു. ഞാൻ അങ്ങ് ഫുൾഫിൽ ചെയ്തു കൊടുത്തു. ഞാനിതിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇപ്പം നമുക്ക് ചെറുപ്പം മുതലേ നമ്മളെ ബർത്ത്ഡേക്കോ അല്ലെ എന്തെങ്കിലും ഒരു ഒക്കേഷൻസിനൊക്കെ നമ്മളെ പേരൻസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു തരും. എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ഥിരം റിച്വൽ എന്താന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ബിഗ് തിങ് ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം വെക്കണ ഓഫർ എക്സാമില് full A+ വാങ്ങിയാൽ മേടിച്ചു. എന്റെ വീട്ടിൽ അങ്ങനെയാണ് എനിക്ക് സൈക്കിള്, അങ്ങനെ പല പല സംഭവങ്ങളും ഞാൻ നേടിയെടുത്തത് അങ്ങനത്തെ പ്രയത്നങ്ങളിലൂടെയായിരുന്നു. ഇതിന്നൊക്കെ മാറിയാണ്ട് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു ഓർമ്മ എന്താന്ന് ചോദിച്ചാല് 9th ക്ലാസ്സിലായ ടൈമില് ഞാൻ പോഡ്കാസ്റ്റിൽ പറയണ്ടായിരുന്നു, ഞാന് ഒരു ഫുട്ബോൾ അതായത് 7th ലാസ്റ്റ് ആയപ്പോ ഫുട്ബോൾ തുടങ്ങി. 9th ഒരു under-15 ടൂർണമെന്റ് നടന്നു. ടൂർണമെന്റിൽ എനിക്ക് ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞാണ് എന്റെ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഫുട്ബോൾ ഇവന്റിലെ ഒരു ഇൻഡിവിജ്വൽ അവാർഡ് ആയിരുന്നു അത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ പിറ്റേന്ന് സ്കൂളിൽ എത്തിയപ്പോണ്ട് എന്റെ കൂടെ അന്ന് സ്കൂളിൽ ഉണ്ടായിരുന്ന എന്റെ ക്ലാസ്മേറ്റ് നഷാത്ത്, നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ സ്കൂൾ ഫ്രണ്ടാണ്. എന്റെ കൂടെ 8th 9th 10th ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ അധികം ഒരു നല്ലൊരു ഗുഡ് ഫ്രണ്ടാണ് നഷാത്ത്. അവന് എന്റെ ഉമ്മ പഠിപ്പിച്ചതായിരുന്നു.
അപ്പൊ നഷാത്ത് അന്ന് 9th 8th 9th എനിക്ക് കറക്റ്റ് അറിയില്ല, എനിക്കൊരു പെന്ന് തന്നു. അതായത് ഒരു ക്ലാസി ബിസിനസ് പെന്ന്, നമ്മൾ പാർക്കർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു വലിയൊരു ബ്രാൻഡിന്റെ ഒരു പേനയാണ്. അതിങ്ങനെ ഒരു ബോക്സിലൊക്കെ ആയി കാണാനും ഭയങ്കര ക്ലാസി എന്നൊക്കെ. ഞാൻ അപ്പൊ തന്നെ പെനോട് എടുത്തിട്ട് ഞാൻ വലുതായിട്ട് ഓട്ടോഗ്രാഫ് ഒക്കെ ഇടുമ്പോ ഈ പെന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇപ്പോഴും ആ പെന്നുണ്ട്. എനിക്കൊരു ശീലമുണ്ട്, ആൾക്കാർ എന്ത് ഗിഫ്റ്റ് തന്നാലും ഞാനത് സ്പോയിൽ ആയാലും ഞാനത് സൂക്ഷിക്കും. ഞാന് ദുബായ് പോയപ്പോ ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ദുബായിന്റെ ഒരു കീ ചെയിൻ പല പല ഡിസൈനിലുള്ള സുവിനിയർ എന്നുള്ള പോലെ റിലേറ്റഡ് ആയിട്ട് ഞാൻ പല പല ഡിസൈനിലുള്ള കീ ചെയിൻസ് വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനും കൊടുത്തിരുന്നു. എല്ലാ ഫ്രണ്ട്സും അന്ന് ഞാൻ അത് കൊടുത്തു എന്നല്ലാതെ പിന്നെ അതിന്റെ ഒരു വിവരം ഞാൻ കേട്ടിട്ടില്ല. എക്സെപ്റ്റ് വൺ ഫ്രണ്ട്, സെമീർ റോഷൻ, അവന്റെ ഇപ്പോഴും അതുണ്ട്. അതെ. അപ്പൊ ഞാൻ പൊതുവെ അങ്ങനെ ഗിഫ്റ്റും ലെറ്റേഴ്സ് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇതും കീപ്പ് ചെയ്തിരുന്നു. അങ്ങനെ ഇത് കീപ്പ് ചെയ്തിട്ട് ഞാൻ നാട്ടിൽ നിന്നൊക്കെ പോരുന്നതിന്റെ മുമ്പ് ഇങ്ങനെ പെട്ടിയൊക്കെ നോക്കുമ്പോ ഇത് കണ്ടപ്പോള് ഞാന് ഇതിന്റെ ഫോട്ടോ എടുത്ത് ഇവനെ അയച്ച്. അതിൽ ഇവനാകെ സർപ്രൈസ്ഡ് ആയി. ഇവന് എന്റെ അടുത്ത് ഇപ്പോഴും ഇതുണ്ടോ ആരുത് ഞാൻ വാല്യൂ ഇറ്റ്. അതെ. ഞാനപ്പോ ഞാൻ എന്റെ വാല്യൂ എന്താ, ഈ പേന എന്നല്ല, ഇത് നഷാത്ത് തന്ന പേനയാണ്. നഷാത്ത് ഞാൻ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് എന്നിലെ ആ ഒരു റെക്കഗ്നിഷന് തന്നൊരു പേന എന്നുള്ളൊരു വാല്യൂലാണ് ഞാൻ അത് വെച്ചത്. അപ്പം ഞാൻ ജസ്റ്റ് അത് പറയാം, ഒരു ഷെയർ ചെയ്യാം എന്ന് കരുതി. അങ്ങനെ കൊള്ളാം. താങ്ക് യു. നീ ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ എന്താ പറയാ വന്നത്, ഞങ്ങള് 7ാം ക്ലാസ്സിലായപ്പോ ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളിനോ സമ്മർ വെക്കേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നുള്ള ദിവസത്തെ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് നീന്താൻ വേണ്ടിയിട്ട് അഹ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ട്. ആ ഫുട്ബോൾ ക്ലബിന്റെ ഉള്ളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അത് പബ്ലിക് എൻട്രി ആണ്, പൈസ കൊടുത്താൽ ആർക്കും കയറാം. അങ്ങോട്ട് പോവാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇതേപോലെ ആഫ്റ്റർ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അന്ന് ഈ ഹാങ് ഔട്ടിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ വന്നു. അങ്ങനെ ഞങ്ങൾ ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പോയി. ഞങ്ങളന്ന് 7ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് പുറത്തുള്ള ഒരു ഹാങ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ഡീലാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ നീന്തി അഹ്ലിയിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 8ാം ക്ലാസ്സിലെത്തി. 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫ്രണ്ട്ഷിപ്പ് സ്ക്വാഡിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു. കുറെ ആൾക്കാർക്ക് കുറെ പുതിയ ഫ്രണ്ട്സ് ഉണ്ടായി. കുറെ ആൾക്കാർക്ക് ചില ഫ്രണ്ട്സ് ഒന്നും ഇപ്പോൾ ഫ്രണ്ട്സ് അല്ല, അങ്ങനെയൊക്കെ രീതിയിലായി. അപ്പോൾ അങ്ങനെ ഇതേപോലെ തന്നെ ഞങ്ങൾ 7ാം ക്ലാസ്സിൽ ചെയ്ത അതേ സംഭവം 8ാം ക്ലാസ്സിൽ ഞങ്ങൾ അഹ്ലിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അങ്ങനെ ആരൊക്കെയാണ് കൂടെ കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ ഇത് സമ്മർ വെക്കേഷന്റെ മുന്നത്തെ ദിവസമാണ്. അത് സൗദിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ, നാട്ടിലെ രീതി എന്താന്ന് വെച്ചാല് ഈ അക്കാഡമിക് ഇയർ തുടങ്ങും, ഫുൾ ഇയർ കംപ്ലീറ്റ് ആകും, എൻഡ് ആകും, എന്നിട്ട് സമ്മർ വെക്കേഷൻ. അങ്ങനെയല്ലേ? പക്ഷെ സൗദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ വളരെ വൈകിട്ടാണ് നാട്ടിൽ അങ്ങനെയാന്ന് മനസ്സിലായത്. സൗദിയില് ഈ റമദാനും അതേപോലെ കൊടും സമ്മറും മാച്ച് ചെയ്തിട്ടാണ് അവര് വെക്കേഷൻസ് 2 months വെക്കുന്നത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ അത് എങ്ങനെ പോയാലും നമ്മുടെ അക്കാഡമിക് ഇയറിന്റെ നടുവിലായിട്ടാണ് അത് വരിക. അപ്പൊ നമ്മൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് പോകും, ഒരു ടേം കഴിയും, എന്നിട്ട് നടുവിൽ സമ്മർ വെക്കേഷൻ വരും. എന്നിട്ട് സമ്മർ വെക്കേഷൻ കഴിഞ്ഞ ഉടനെ എക്സാംസ് ഉണ്ടാവുക, എന്നിട്ട് പിന്നെ എൻഡ് പോകും. അങ്ങനെയാണ് അക്കാഡമിക് ഇയർ തീരുക. അപ്പം ഈ നാട്ടിലെ പിള്ളേർക്കുള്ളൊരു എനിക്ക് അസൂയ തോന്നിയ ഒരു പ്രിവിലേജ് എന്താന്ന് വെച്ചാൽ, സമ്മർ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ നാട്ടിലെ പിള്ളേർക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ഫുൾ ഫ്രീ ആണ്. എന്റെ പേരൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ വരെ ചില ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കൊണ്ടാണ് നാട്ടിലേക്ക്. ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഏൽപ്പെട്ടാൻ ചിലപ്പം ലഗേജിന്റെ വെയിറ്റ് ലിമിറ്റേഷൻ സമ്മതിക്കൂല. പക്ഷെ എന്നാലും വരെ ഈ ബുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റിയൊക്കെ അവര് സമ്മതിക്കൂല. അങ്ങനെ പക്ഷെ ഏറ്റവും സംഭവം എന്താ വെച്ചാൽ, എന്നൊക്കെ ഞാൻ ബുക്ക് കൊണ്ടുപോകണം അതൊക്കെ അതേപോലെ തിരിച്ചു കൊണ്ടുപോയി പഠിക്കൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഉമ്മക്ക് അങ്ങ് ഫോഴ്സ് ചെയ്യുമ്പോൾ വെറുതെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കും, ബോധിപ്പിക്കാന് എന്തെങ്കിലുമൊക്കെ ചെയ്തു ഈ വെക്കേഷനിൽ പഠിച്ചു എന്ന് പറയാന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ സമ്മർ വെക്കേഷൻ തുടങ്ങുന്നതിന്റെ ലാസ്റ്റ് ഡേ, അതായത് തുടങ്ങുന്നതിന്റെ ദിവസം ഇതേപോലെ ഞങ്ങൾ അഹ്ലിയിലേക്ക് പോവാന്ന് തീരുമാനിച്ചു. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്, ആരൊക്കെ കൊണ്ടുപോകണം, ഹു ആർ ദ കൂൾ കിഡ്സ്. കാരണം ആ ഒരു പ്രായത്തിൽ കൂൾ കിഡ്സ് മാത്രമേ ഇങ്ങനെ ഹാങ് ഔട്ട് ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ സംസാരിച്ചപ്പം എന്റെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളാണ് പോകുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട് ഷാദിം പറഞ്ഞു സെമീറും ഉണ്ട് എന്ന് പറഞ്ഞു. ഷാദിന ആദ്യം പറഞ്ഞു, ഞാൻ സൗദ ആദ്യം പറഞ്ഞത്. സൗദ എന്നല്ല പറഞ്ഞത്.
അപ്പൊ ഷാദി പറഞ്ഞു സെമീറുണ്ട് എന്ന്. അപ്പൊ അന്ന് ഞാൻ സെമീറിന്റെ ഫ്രണ്ട് അല്ലായിരുന്നു. സെമീറും ഞാനും തീരെ കമ്പനി അല്ലായിരുന്നു. എനിക്ക് സെമീറിനെ സത്യം പറഞ്ഞാൽ ഞാൻ പല പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സെമീറിന് ഇഷ്ടമല്ലായിരുന്നു. കാരണം പലതും ഞാൻ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സെമീറോ ഓക്കെ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ സെമീറിനോട് പോയിട്ട് ഇങ്ങനെ ഈ ഹാങ് ഔട്ടിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടി സംസാരിച്ചു. അപ്പോൾ സെമീറുണ്ട് എന്നോട് ഞാനും ഷാദിനാണ് ഇത് പ്ലാൻ ചെയ്തേ എന്നുള്ള ഫുള്ള് സംസാരം. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. 8ാം ക്ലാസ് ഞാനും ഷാദിനാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയെന്നുള്ള രീതിയിലാണ് നീ ലിറ്ററലി ആ വേർഡ്സാ നീ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ 7ാം ക്ലാസ്സിൽ ഓൾറെഡി ഇത് ചെയ്തതാ. ഞാൻ ഒരു സീനിയറാ. അപ്പൊ നീ ഇത് പറഞ്ഞ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പ്രശ്നമല്ല, അങ്ങനെ എല്ലാവരുടെ ഫ്രണ്ട്സും ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ജോഷുവ ആ വർഷം ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. അങ്ങനെ ജോഷു ഉണ്ടായിട്ടുണ്ടാവും. കാരണം ജോഷുവിന്റെ വീടാണ് സ്കൂളിന്റെ ഏറ്റവും അടുത്ത്. അപ്പൊ അങ്ങോട്ട് പോകാൻ നമുക്ക് കൺവീനിയന്റ് എന്നുള്ള രീതിയിൽ എന്തായാലും ജോഷു ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ടാവാനാണ് ചാൻസ്. എന്നിട്ട് അപ്പൊ സെമീർ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ എന്റെ ഏതൊരു ഫ്രണ്ടിനോട് പോയിട്ട് പറഞ്ഞു, സെമീറിന്റെ വർത്താനം കേട്ടോ തോന്നുന്നു ഓനാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയത്. ഓനോട് പറയാ ഓനാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയത്, നമ്മള് പുറത്ത് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. എന്തിപ്പോ എന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ അങ്ങനെ സംസാരിച്ചേ. ഏതായാലും സെമീർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഹാങ് ഔട്ട് ചെയ്തപ്പോ നൈസ് ആയിരുന്നു കേട്ടോ. സെമീർ നമ്മളെല്ലാരും ഫുൾ വൈബിങ്. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് അവരെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നൊന്നും അല്ല നമ്മളെ മൈൻഡ്. നമ്മളിങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഇത്തിഹാദ് പറഞ്ഞ ക്ലബിലേന് പോയി. ഇപ്പൊ കരീം ബെൻസം ഒക്കെ കളിക്കുന്ന ഇത്തിഹാദിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഞാന് എന്താ പറയാറുണ്ടായിരുന്നു. ഇവിടെ ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ എന്റെ കോട്ടയത്തുള്ള ഫ്രണ്ട്സ് മിൽപ്പാനോടൊക്കെ പറയുന്നു, ഇത്തിഹാദിലൊക്കെ ഞാൻ കുളിക്കാൻ പോയിന്ന് പറയുമ്പോ ഇവര് സൗദിന്റെ തള്ളു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുന്നില്ല. ലിറ്ററലി പോയിട്ടുണ്ട്. അഹ്ലിയില് 25 റിയാലായിരുന്നു, ഇത്തിഹാദില് 15 റിയാൽ. അപ്പൊ നമ്മള് എക്കണോമിക്കലി ഒക്കെ കൂടി നോക്കിയപ്പോ ഇതാണ് ബെസ്റ്റ് എന്തായി. പക്ഷെ അഹ്ലിയില് ഡൈവിംഗ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് മറ്റേ മിസ്റ്റർ ബീനൊക്കെ ചാടുന്ന ആ സാധനത്തിൽ നിന്നൊക്കെ ഡൈവ് ബോർഡിൽ നമുക്ക് ചാടാൻ പറ്റും. ഇത്തിഹാദിൽ അത് അലൗഡ് അല്ലായിരുന്നു. അതായിരുന്നു വരെ ഒരു 10 റിയാലിലുള്ള ഒരു സുപ്രീമസി കണ്ടിരുന്നത്. അതെ. അപ്പം എന്നിട്ട് സെമീർ ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ നിന്റെ അടുത്തൊരു ഫോട്ടോ, നിനക്ക് ഓർമ്മയുണ്ടോ, ഏതൊരു സ്ട്രീറ്റിന്റെ ബോർഡ് സ്ട്രീറ്റിൽ ഞാൻ സെമീറിന്റെ ഒരു ഫോട്ടോ എടുത്ത് സെമീർ ഒരു ക്യാപ്പ് ഒക്കെ വെച്ചിട്ട്, അന്ന് മോൺസ്റ്ററിന്റെ ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു സുപ്രമസി ഹൈലൈറ്റർ ഗ്രീൻ ഒക്കെ ഉള്ള ഒരു ക്യാപ്പ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഇതാണ് ഓർമ്മ വന്നത്. അന്നത്തെ ഞങ്ങളൊരു ഫോട്ടോ ഉണ്ട്, ഞാനും ഹാഷിദും ഷാദിനും നബീലറ്റുള്ള ഞങ്ങൾ 4 ആള് മാത്രമുള്ള ഒരു ഫോട്ടോ. അത് ഞാൻ കേട്ട് ഫേസ്ബുക്കിൽ ഫ്രണ്ട്ഷിപ്പ് ഡേയിലൊക്കെ അതൊക്കെ കാരണം തന്നെ ഹാഷിദ് നബീൽ ഷാദിൻ എന്ന് പറഞ്ഞ മോസ്റ്റ് പോപ്പുലർ കിഡ്സ്. അങ്ങനെ വിചാരിച്ചിട്ടല്ലോ കേട്ടോ, ഞാനത് 9th എത്തിയപ്പോഴാണ് ഇട്ടത്. എന്റെ അടുത്തുള്ള ഒരു ഫോട്ടോ അതേ. അപ്പൊ അങ്ങനെ ഞങ്ങള് അന്ന് ഞാനും സെമീർ ഫ്രണ്ട്സ് അല്ലായിരുന്നു. അപ്പൊ ആ ഒരു ഹാങ് ഔട്ടിന് ശേഷം എനിക്ക് അവനോട് ദേഷ്യമൊന്നും ഇല്ലാതായി, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ. എന്നിട്ട് ഈ ഹാങ് ഔട്ട് ചെയ്യുന്ന ടൈമില് സൗദ് നമ്മളെ ഇൻട്രോ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യണ സൗദ് എന്റെ ക്ലാസ്സിലാണ്. അപ്പൊ സൗദിനായിട്ട് മാത്രമേ എനിക്കൊരു കുറച്ചും കൂടി ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ. ഷാദിന് ഞാനും ഒരേ മദ്രസയിലേന് പോയി. അപ്പൊ അതില് ഷാദിനോടൊരു ബന്ധമുണ്ട്, ബാക്കിയുള്ളവരായിട്ട് എനിക്ക് അത്ര ബന്ധമില്ല. എന്നിട്ട് ഈ ഒരു ഹാങ് ഔട്ട് കഴിഞ്ഞ് നേരെ സമ്മർ വെക്കേഷൻ ഞാൻ അങ്ങോട്ട് നാട്ടിൽ പോയി. ആ വെക്കേഷന് നാട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഇവരെന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്താണ്. ഞാൻ അങ്ങോട്ട് സൗദിനൊക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ച്, സൗദ് ഇതെന്താ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ, ഞാൻ ഇതിലൊക്കെ എന്ത് പറയാനാ, എനിക്കാണ് ഇവരായിട്ട് വലിയ കമ്പനി അല്ല. അപ്പൊ സൗദ് അതൊന്നും സീലടാ, അതിലെല്ലാരും ഉണ്ട്, പ്രശ്നമില്ല. അന്നാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഹിഷാം, താമിർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വാട്സാപ്പ് വളരെ കുറച്ച് പേർക്കുള്ളൂ. അപ്പൊ വാട്സാപ്പ് ഉണ്ടായാൽ തന്നെ നമ്മളെ ഗ്രൂപ്പിലേക്ക് അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളൊരു പോസിറ്റീവ് നോട്ടിൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ സമയം 10 മണിയാണ് രാത്രി. പുറത്ത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 5 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്തെ ടെമ്പറേച്ചർ. കനേഡിയൻ വെതർ എന്ന് പറയുന്നത് ഭയങ്കര മൂഡ് സ്വിങ്സ് പോലെ. ഇന്നലെ -8 ഡിഗ്രി ആയിരുന്നു, അതിന്റെ തലേന്ന് ഫുൾ സ്നോ ആയിരുന്നു. ഇന്ന് മഴ, 5 ഡിഗ്രി സെൽഷ്യസ്. വളരെ ഗുഡ് ക്ലൈമറ്റ് ആയിട്ടാണ് ഇന്നുള്ളത്. അതെ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പോഡ്കാസ്റ്റ് കേട്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ദിസ് ഹാസ് ബീൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സയാൻ സാക്കിർ ആൻഡ് സമീർ റോഷൻ. പീസ് ഔട്ട്.
എവ്രിവൺ, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള പോഡ്കാസ്റ്റിൽ ഇപ്പോൾ സെമീർ വെള്ളം എടുക്കാൻ പോയിട്ടുള്ളതാണ്. പോയേക്കുവാണ്. ഞാൻ ഇനി മലപ്പുറം ആക്സെന്റിൽ സംസാരിക്കുന്നില്ല. എടാ സമീറേ, എന്നാ ഉണ്ടടാ ഊവേ? നീ ഈ കറുപ്പിന്റെ ഇതിലേക്ക് കൊണ്ടുപോവാ. വാപ്പ കറുത്താന്ന് അറിയാൻ പറ്റും. കറുപ്പ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ വാപ്പ കറുത്തതാണെന്ന് ഓർമ്മ. അതെ. ഇപ്പൊ ഫ്രീ ദ നിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടൊക്കെ കുറെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യണം. വെസ്റ്റേണില് ഫ്രീ ദ നിപ്പിൾസ് പറഞ്ഞിട്ടുള്ള പ്രൊട്ടസ്റ്റ് വളരെ പോപ്പുലർ ആണ്. അവരെന്നിട്ട് പോരാടുകയാണ് ഇതിന്. ഞാനും പോരാടും. അവന്റെ ഒരു മാർച്ച് വാട്ടർലൂ വരികയാണെങ്കിൽ ഞാനും ആ മാർച്ചിലുണ്ടാവും. ഞാനുണ്ടാവില്ല. ഫ്രീ ദ നിപ്പിൾസ്. എന്താ സമീറ